മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. മൻ ബനാ ലില്ലാഹി ബൈതൻ എന്ന് പരിശുദ്ധ തമ്പുരാന് വേണ്ടി ആരാണ് ഒരു ഭവനത്തെ പണികഴിപ്പിച്ചു കൊടുത്തത്? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ ഒരു വലിയ കൊട്ടാരം പണികഴിപ്പിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ മസ്ജിദുകളെ അലങ്കരിക്കകളെ അഭിമാനത്തോടുകൂടെ കാണാനും അതിന്റെ അന്തസ്സ് നഷ്ടമായി പോകാതെ അതിനെ സുരക്ഷിതമായി സംരക്ഷിച്ചു കൊണ്ടുപോകാനും സത്യവിശ്വാസി ബാധ്യസ്ഥനാണ്. മസ്ജിദ് ഒരുപാട് സംസ്കാരങ്ങളുടെ ഈറ്റില്ലമാണ്. മദീന മുനവ്വറ വെളിച്ചം നൽകിയത് അങ്ങനെയാണ്. ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക വഇന്നി ഉഹർറിമു മാ ബൈന ലാബതൈഹാ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയെ ഹറമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതാ മദീനയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മദീനയെ ഹറമായി പ്രഖ്യാപിക്കാൻ അവിടെയാണ് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ദുആ മുഴങ്ങുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന. പരിശുദ്ധ തമ്പുരാനെ ഞങ്ങൾക്ക് മദീനയെ ഇഷ്ടമാക്കണേ അല്ലാഹ്. اللهم حبب إلينا المدينة كما حببت إلينا المكة أو أشد. ഞങ്ങൾ ജനിച്ചു വളർന്ന നാടായ ഞങ്ങളുടെ മക്ക, ആ മക്കയെ ഞങ്ങൾക്ക് എത്രമാത്രമാണോ നീ ഇഷ്ടപ്പെടുത്തിയത് തമ്പുരാനെ, അതിനേക്കാൾ വലിയ ഇഷ്ടം നീ ഞങ്ങൾക്ക് മദീനയോട് നൽകണേ തമ്പുരാനെ. മുझे मौत भी जो आई तो हज़ामने मदीना, मुझे मौत भी जो आई तो हज़ामने मदीना. എനിക്കെങ്ങാനും മരണം സംഭവിക്കുകയാണെങ്കിൽ അത് മദീനയിൽ വച്ചാവട്ടെ തമ്പുരാനെ. മേരി ഗുസ്തജു മദീന, അതുകൊണ്ട് എന്റെ അന്വേഷണം മദീനയാണ്, അതുകൊണ്ട് എന്റെ അഭിലാഷം മദീനയാണ്, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് മദീനയാണ്. ആ മദീനയിലേക്ക് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇന്നിൽ തിയാറിഹാ സ്വബാ യൗമൻ ഇലാ അർദിൽ ഹറം. പ്രബന്ധത്തിന്റെ ഓരോ ദിക്കിലൂടെ മൂലയിലൂടെ കോണകളിലൂടെ എന്നെ തഴുകിത്തലോടാണ് കടന്നു വരുന്ന മന്ദമാരുത. നീ എങ്ങാനും മദീനയുടെ മന്ദമാരുതൻ ആയിട്ട് കടന്നു പോകുമോ മദീനയിലേക്ക്? അവിടെയാണ് എന്റെ രാജാവ് കിടക്കുന്നത്, അവിടെയാണ് എന്റെ രാജകുമാരൻ ശയ്യ കൊള്ളുന്നത്. അവിടെയാണ് എന്റെ റസൂൽ കുടികൊള്ളുന്നത്. ആ റസൂലിനോട് സലാം പറയണം. അവിടെ പോകാൻ ഭാഗ്യമില്ലാത്തതിന്റെ പേരിലാണ് വേപത പൂണ്ട മനസ്സുമായി കാറ്റേ ഞാൻ നിന്നോട് കിന്നാരം പാടുന്നതിന്റെ ഇടയിൽ എന്റെ ഹൃദയത്തിന്റെ അഭിലാഷം കൂടി കെട്ടടിച്ചത് എന്ന് കാറ്റിനോട് കവിത പാടിയ കവിശ്രേഷ്ഠന്മാർ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട്? മദീന ഒരു സംസ്കാരത്തിന്റെ പൈതൃകമാണ്, മദീന സത്യവിശ്വാസിയുടെ ഉൾപ്പുളകമാണ്. ആ മദീനയിലേക്ക് കടന്നു വന്നിട്ടാണ് പരിശുദ്ധ നായകൻ പറഞ്ഞത്, ഉമിർതു ബിഖറിയതിൻ, ഗ്രാമങ്ങളിൽപ്പെട്ട ഗ്രാമത്തിലേക്ക്, പേരുള്ള ഒരു ഗ്രാമത്തിലേക്ക്, ത്വയ്ബയുടെ മണ്ണിലേക്ക്, ഉമ്മുൽ ഖുറായിൽ നിന്ന് ഗ്രാമങ്ങളുടെ മാതാവാകുന്ന മദീനയിലേക്ക് നടന്നു പോകാൻ എന്റെ തമ്പുരാനോട് കൽപ്പന നടത്തിയിരിക്കുകയാണ്. എന്താണ് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത? തഅ്കുലുൽ ഖുറാൻ, ലോകത്തെ സകലമായ ഗ്രാമങ്ങളെയും ഉൾപ്പെടുത്താൻ ആ ഗ്രാമത്തിന് അസാമാന്യമായ ശക്തിയുണ്ട്. വഹിയൽ മദീന, അതാണ് ഇന്നത്തെ മദീന. അന്നത്തെ ആളുകൾ യസ്രിബ് യസ്രിബ് എന്ന് പേര് വിളിച്ച ഇന്നത്തെ മദീന അതാണ്. അത് മദീനത്തുൻ നബിയാണ്, അത് പരിശുദ്ധ പ്രവാചകന്റെ പട്ടണമാണ്. എന്താണ് മദീനയുടെ പ്രത്യേകത? കമാ തൗഫീഖീർ ഖബസൽ ഹലീൽ, തുരുമ്പ്
ഇരുമ്പ് പിടിച്ചുപോയ ആണിയുടെ ഇരുമ്പിന്റെ പാപക്കറകളാകുന്ന ഇരുമ്പിന്റെ അയിരുകളെ എങ്ങനെയാണ് കരുവാന്റെ ആലയിലെ ഉലയെന്ന് പറയുന്ന ആയുധം സ്ഫുടഭാഗം ചെയ്തെടുക്കുന്നത്, അതുപോലെ മദീന പാപക്കറ പുരണ്ടുപോയ മനുഷ്യന്റെ മനസ്സിനെ സ്ഫടിക സമാനമാക്കാൻ കടന്നു വന്ന സംസ്കാരത്തിന്റെ പറുദീസയാണ്. ആ പറുദീസയുടെ സംസ്കാരമാണ് മസ്ജിദ്. നമ്മൾ ആലോചിക്കണം, ഖുബാ പ്രദേശത്ത് ഇന്നത്തെ മസ്ജിദുൻ നബവിയിൽ നിന്ന് 3.5 കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഖുബായിലാണ് പരിശുദ്ധ നായകന്റെ ആദ്യത്തെ മസ്ജിദ് കടന്നു വരുന്നത്. അതാണ് മസ്ജിദുൽ ഖുബാ. ഇന്നും മദീനത്തെ മസ്ജിദുൽ ഖുബായിൽ പോയി നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുന്നത് പരിശുദ്ധ തമ്പുരാന്റെ മാർഗ്ഗത്തിൽ ഒരു ഉംറ നടന്ന് പരിശുദ്ധ റസൂൽ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മസ്ജിദുൽ ഖുബായിൽ പോയിട്ട് നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കുന്നത് അത് മക്കത്തെ ഹറമിൽ പോയിട്ട് കഅബാലയത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ തവാഫ് ചെയ്ത് സഫാ മർവകൾക്കിടയിൽ സഅയ് ചെയ്ത് പരിശുദ്ധമായ ഉംറ നിങ്ങൾ നിർവഹിക്കുന്നതിന് തുല്യമാണ്. മദീനത്ത് ആദ്യമായി സംസ്ഥാപനം ചെയ്യപ്പെടുന്ന ഒരു പള്ളിയുടെ പോലും പ്രത്യേകത അതാണ്. കാരണം പള്ളി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ്. അതിന്റെ അകത്താണ് നവോത്ഥാനം ചർച്ച ചെയ്യപ്പെട്ടത്, അതിന്റെ അകത്താണ് മിഥ്യാധാരണകൾ തിരുത്തപ്പെട്ടത്, അതിന്റെ അകത്താണ് വിധവയായ പെണ്ണിന്റെ രോദനങ്ങൾക്ക് മറുപടി ലഭ്യമായത്, അതിന്റെ അകത്താണ് യാചകന്മാര് കടന്നു വന്നപ്പോ അവർക്ക് അന്നം കിട്ടിയത്, അതിന്റെ അകത്താണ് സ്വതഹാന്റെ മുതലുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ടത്. അങ്ങനെ ഒരു സംഭവം തന്നെ ചരിത്രത്തിലുണ്ട്. അഖദൽ ഹസൻ ഇബ്നു അലിയിൻ തംറത്തുൻ മിൻ തംറി സദഖ, സദഖാന്റെ മുതലായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈത്തപ്പനയുടെ ഈത്തപ്പഴങ്ങളുടെ കൂമ്പാരത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പരിശുദ്ധ റസൂലുള്ളാഹിന്റെ പേരക്കിടാവായ ഹസൻ അല്പം ഈത്തപ്പഴം കയ്യിലെടുക്കുകയാണ്. ഉടനെ തന്നെ വല്ലിപ്പയായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇടപെടുകയാണ്. മാ ഹാദാ യാ ഹസൻ, എന്താണ് പൊന്നുമോനെ ഹസനെ നിന്റെ കയ്യിലുള്ളത്? ഇത് സ്വതഖയുടെ മുതലല്ലയോ ഹസനെ? സ്വതഖന്റെ മുതൽ അഹ്ലു ബൈത്തുകളായ നമുക്ക് തിന്നാൻ പറ്റൂല. അതുകൊണ്ട് അത് നീ അവിടെ തന്നെ കൊണ്ടുപോയി വലിച്ചെറിയണം ഹസനെ. അമാ തഅരിഫ്, നിനക്കറിയില്ലയോ അന്നാ ലാ നഅകുലു സ്വദഖ, നമ്മൾ അഹ്ലു ബൈത്ത് ഒരിക്കലും സ്വദഖ ഭക്ഷിക്കാറില്ല. നമ്മൾ അഹ്ലു ബൈത്തിന്റെ ആളുകളാണ്, നമുക്ക് സ്വദഖ തിന്നാൻ പറ്റൂല ഹസനെ എന്ന് പറഞ്ഞിട്ട് തന്റെ പൊന്നുമോനെ മദീനത്തെ പള്ളിയുടെ അകത്തളങ്ങളിൽ വെച്ചിട്ട് സംസ്കാരം പഠിപ്പിച്ച ഒരു വല്ലിപ്പാന്റെ ചരിത്രം 1400 മുമ്പ് ഈന്തപ്പനയോലകളെ കൊണ്ട് മേഞ്ഞുണ്ടാക്കപ്പെട്ട മദീന മുനവ്വറയുടെ മനോഹരമായ മസ്ജിദുൻ നബവിയുടെ 4 കെട്ടിന്റെ അകത്ത് നടന്നുപോയ സംഭവ ബഹുലമായ ചരിത്രത്തിന്റെ നേർസാക്ഷ്യമാണ്. അതുകൊണ്ട് കൂട്ടത്തിൽ കൂടണം എന്നാണ് മസ്ജിദ് പഠിപ്പിക്കുന്നത്. യദുല്ലാഹി അലൽ ജമാഅ, ജമാഅത്തായിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നതും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സംഘടിതമായ ഒരു സംവിധാനമാണ്. പല പണ്ഡിതന്മാര്, ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നാളെ പരലോകത്ത് പരിശുദ്ധ തമ്പുരാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് 27 ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞതിന്റെ കൂടെ ഒരു പറ്റം പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടു പോയി അതിന്റെ 27 പ്രതിഫലവും ഭൗതിക ലോകത്ത് നിങ്ങൾ വാങ്ങുന്നതാണ്. പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പോകുകയാണെങ്കിൽ ഒന്നാമതായി അവൻ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഒരാൾ വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു സോഷ്യൽ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. സോഷ്യൽ വ്യവസ്ഥിതിയുടെ ഭാഗമാണല്ലോ. I am alone among the people. ഞാൻ ജനങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് ജീവിക്കും. അതാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ മോട്ടോ. I am alone among the people. ഞാൻ ജനങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് ജീവിക്കും. ആ ഒറ്റയ്ക്കുള്ള ജീവിതത്തെ അവസാനിപ്പിക്കാനാണ് മസ്ജിദിലെ ജമാഅത്ത് ഖദ് ഖാമത്തിസ് സ്വലാഹ്,
സംഘടിതമായ ഒരു ആരാധന ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എണീറ്റ് വരൂ ജനങ്ങളെ. ആ ഖദ് ഖാമത്തിസ് സ്വലാ എന്ന വാക്ക് കേൾക്കുമ്പോൾ സുന്നത്ത് നിസ്കരിച്ച് പള്ളിയുടെ മൂലയിൽ പോയി ഭജനമിരിക്കുന്നവൻ എഴുന്നേൽക്കുകയാണ്. തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചിട്ട് മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ ആ തസ്ബീഹ്മാല ഒരു ഭാഗത്ത് വെച്ച് സഫ് കെട്ടാൻ ഓടി വരികയാണ്. പള്ളിയുടെ മറ്റൊരു ഭാഗത്ത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസി ആ വേദഗ്രന്ഥം ഭവ്യതയോടുകൂടെ മടക്കി വെച്ച് വേഗം സഫ് കെട്ടാൻ ഇമാമിന്റെ പിന്നിലായി അണിചേരാൻ വേണ്ടി ഓടി വരികയാണ്. അങ്ങനെ എല്ലാവിധ ആളുകളും ഓടി വരുന്ന ഒരു ഓടി വരാൻ പ്രാപ്തിയുള്ള ഒരു വാക്ക്, ഒരു കമാൻഡ്. അതാണ് ഖദ് ഖാമത്തിസ് സ്വലാ. ഇന്ന് ലോകത്ത് യൂണിറ്റിയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഖദ് ഖാമത്തിസ് സ്വലാ എന്ന മുഅദ്ദിനിന്റെ വാക്ക് വാഴ്ത്തപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. നമുക്കറിയാം കാഷ്യസ് ക്ലേ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിരുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യനാണ്. അമേരിക്കയിൽ ബോക്സിംഗ് താരങ്ങൾ മെയ്വെദർ, പക്യാവോ, ഈ രണ്ട് ബോക്സിംഗ് താരങ്ങൾ തമ്മിലുണ്ടായ ദ്വന്ദ്വയുദ്ധം ലോകമാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച ചെയ്തു. 3000 കോടി രൂപയാണ് മെയ്വെദറും പക്യാവോവും തമ്മിലുള്ള ഇടിക്കൂട്ടിലുള്ള ഗുസ്തി മത്സരം നടത്താൻ വേണ്ടി സംഘാടകർ പൊടിച്ചത്. അതിന്റെ പബ്ലിസിറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റു ചെലവുകൾ. എന്നാൽ മെയ്വെദറും പക്യാവോവും കടന്നു വരുന്നതിന്റെ മുമ്പ് ലോക രാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, കാഷ്യസ് ക്ലേ. ആ മനുഷ്യൻ അമേരിക്കയുടെ കറുത്ത വർഗക്കാരിൽപ്പെട്ട ഒരു അംഗമാണ്. മാർട്ടിൻ ലൂതർ കിങ്, ദി സെക്കൻഡ് ഗാന്ധി ഓഫ് ദി വേൾഡ്. ലോകം കണ്ട രണ്ടാമത്തെ ഗാന്ധി എന്ന് പറയപ്പെടുന്ന മാർട്ടിൻ ലൂതർ കിങ്. ആ മനുഷ്യൻ ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് അമേരിക്കയിൽ എണീറ്റ് നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. ഇന്നും ലോകമാധ്യമങ്ങൾ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വിമോചനത്തിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ സ്വപ്ന സമാനമായ പ്രഭാഷണത്തെ ഇപ്പോഴും അടയാളപ്പെടുത്താറുണ്ട്. അതിന്റെ വാർഷികാഘോഷ പരിപാടികളൊക്കെ നടത്താറുണ്ട്. ആ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രഭാഷണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മനുഷ്യനാണ് കാഷ്യസ് ക്ലേ. അമേരിക്കയിൽ ഇപ്പോഴും വർണ്ണവെറി നടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി അമേരിക്കയിൽ വർണ്ണവെറിയുടെ ആഴം വർദ്ധിച്ചു. ഇപ്പൊ ബൈഡൻ രണ്ടാമതായി വന്ന് അമേരിക്കയുടെ ചരിത്രത്തെ മാറ്റാനുള്ള ശ്രമം കമലാ ഹാരിസും ബൈഡനും ജോൺ ബൈഡനും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പൂർവ്വകാല ചരിത്രം എന്തായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ? സവർണൻ, തൊലി വെളുത്തുപോയവൻ, വെള്ളക്കാരൻ സവർണൻ. ആ സവർണൻ പാവപ്പെട്ട അവർണന്റെ തൊലി കറുത്തുപോയ നീഗ്രോ വർഗക്കാരനായ മനുഷ്യന്റെ കാലിലെ മാംസളമായ ഭാഗങ്ങൾ, അവന്റെ കാൽ തുടയുടെ ഭാഗങ്ങൾ ഈ സവർണന്റെ വീട്ടിലെ വളർത്തുപട്ടിയുടെ പല്ലിന്റെ മൂർച്ച പരിശോധിക്കാൻ, പട്ടിക്ക് കടിക്കാൻ വേണ്ടി കൊടുത്തത് അവർണനായി പോയ, അടിമയായി പോയ, നീഗ്രോ ആയി പോയ, കറുത്ത വർഗക്കാരനായി പോയ പാവപ്പെട്ട മനുഷ്യന്റെ കാൽ തുടയിലെ മാംസമാണ് എന്ന് അമേരിക്കയുടെ പൂർവ്വകാല ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ അമേരിക്കയിലൂടെയാണ് ഒരു കാഷ്യസ് ക്ലേ നടന്നുപോയത്. ആ അമേരിക്കയുടെ തെരുവീതിയിലൂടെയാണ് ഒരു കാഷ്യസ് ക്ലേ നടന്നുപോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ ചരിത്രം എവിടെയോ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ ഏതോ ഒരു ഗ്രാമത്തിൽ വെച്ച് ബാങ്കുലി മുഴങ്ങുകയാണ്. ഹയ്യ അലസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നു വരൂ. ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരൂ. കാഷ്യസ് ക്ലേ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഒരുപാട് നേരം കഴിഞ്ഞപ്പോ പിന്നെ ഇഖാമത്ത് മുടങ്ങുകയാണ്. ഖദ് ഖാമത്തിസ് സ്വലാഹ്. ആ വാക്ക് മുഴക്കപ്പെട്ടതോടുകൂടെ അമേരിക്കയുടെ കുഗ്രാമത്തിന്റെ അകത്തുള്ള ആരാധനാലയത്തിൽ നിന്ന് എഴുത്തിക്കാഫിരിക്കുന്നവരും എണീക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവരും എണീക്കുകയാണ്. തസ്ബീഹ് ചൊല്ലി
ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരും എണീക്കുകയാണ്. എല്ലാ ആളുകളും എണീറ്റ് വന്നിട്ട് സഫോട് സഫ് കെട്ടുകയാണ്. അതിൽ കറുത്തവൻ, അതിൽ വെളുത്തവൻ, അതിൽ സവർണൻ, അതിൽ അവർണൻ, അതിൽ ഉന്നതൻ, അതിൽ താഴ്ന്നവൻ, അതിൽ അധസ്ഥിതൻ, അതിൽ ഉന്നതൻ, അതിൽ പണ്ഡിതൻ, അതിൽ പാമരൻ, അതിൽ മുതലാളി, അതിൽ തൊഴിലാളി, അതിൽ രാജാവ്, അതിൽ പ്രജ, എല്ലാവരും സമത്വ സുന്ദരമായ മാർഗത്തിലൂടെയാണ്. ഒരൊറ്റ ജന്മം ഒരേ സമൂഹം, ഒരച്ഛനമ്മ തൻ ബാല്യവ്യൂഹം. ഒരൊറ്റ ജന്മം ഒരേ സമൂഹം, ഒരച്ഛനമ്മ തൻ ബാല്യവ്യൂഹം. അതോർക്കൂടി പിന്നെ ആധിപത്യം നിതാന്ത സ്നേഹത്തിനാണ് സത്യം. അതോർക്കൂടി പിന്നെ ആധിപത്യം നിതാന്ത സ്നേഹത്തിനാണ് സത്യം. ആ സത്യം അവിടെ പറവിയെടുക്കുകയാണ്. ഈ മനുഷ്യൻ പിന്നെ പറഞ്ഞു, വാട്ട് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഖദ് ഖാമത്തി സ്വലാഹ്. മനോഹരമായ മുസ്ലിമീങ്ങൾ അവരുടെ ആരാധനാലയത്തിന്റെ അകത്ത് ഉച്ചരിക്കുന്ന ഈ പദപ്രയോഗത്തിന്റെ ഭംഗി എത്രമാത്രം മഹത്തരമാണ്. എന്താ ഭംഗി പിടുത്തം കിട്ടാൻ കാരണം? ആ ഖദ് ഖാമത്തി സ്വലാഹ് എന്ന പദമാണ് വർണ്ണവിവേചനം അവസാനിപ്പിച്ചത്. ആ ഖദ് ഖാമത്തി സ്വലാഹ് എന്ന പദമാണ് ഏകോദര സഹോദരനെ പോലെ തോളോട് തോളുരമ്മാൻ സത്യവിശ്വാസികളെ പ്രേരിപ്പിച്ചത്. മിഹ്റാബിലേക്ക് കയറി നിന്ന ഇമാം അനൗൺസ് ചെയ്യുകയാണ്, നിസ്കാരത്തിന്റെ നിയ്യത്ത് വെക്കുന്നതിന്റെ മുമ്പ് മദീനയിലെ നായകൻ പരിശുദ്ധ മുസ്തഫ, മസ്ജിദ് നബവിയുടെ ഇമാം പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 10,000കണക്കിന് സഹാബികൾ പിന്നിൽ സഫോട് സഫായി നിലകൊള്ളുകയാണ്. അവിടെയാണ് വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും പിന്നിലേക്ക് തിരിഞ്ഞ് മദീനയുടെ മസ്ജിദ് നബവിയുടെ മിഹ്റാബിലെ ഇമാമായ പരിശുദ്ധ നായകൻ അനൗൺസ് ചെയ്യുന്നത്, സുഫൂഫക്കും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മടമ്പുകളെ സമമായി നിൽക്കണം, നിങ്ങളുടെ ചുമരുകൾ തമ്മിൽ ചേരണം. നിങ്ങൾക്കിടയിലേക്ക് പിശാച് വിരുന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചുമലുകൾക്കിടയിൽ ഒരു വിടവ് പോലും കാണാൻ പാടില്ല. നിങ്ങളുടെ കാൽ മടമ്പുകൾക്കിടയിൽ പിശാചിന് വന്നു നിൽക്കാനുള്ള ഒരു സ്ഥലം നിങ്ങൾ ആരും ഒഴിച്ചിടാൻ പാടില്ല. നിങ്ങളുടെ വിടവുകളെ നിങ്ങൾ നികത്തിയിട്ട് പരിശുദ്ധ തമ്പുരാന്റെ മാർഗത്തിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു തസ്ബീഹ് മാലയിലെ മുത്തുമണികളെ പോലെ തക്ബീർ കെട്ടി സലാമോടുകൂടെ അവസാനിക്കുന്ന ഈ ചടങ്ങായ നമസ്കാരം കഴിയുന്നത് വരെ നിങ്ങൾ തൊട്ടുരമ്മണം. നിങ്ങൾ ഏകോദര സഹോദരങ്ങളാകണം. നിങ്ങൾ പ്രായ വ്യത്യാസം മറക്കണം. നിങ്ങൾ തറവാട് വിസ്മരിക്കണം. നിങ്ങൾ വർണ്ണങ്ങളെ ത്യജിക്കണം എന്ന് അവിടുന്ന് മുഴക്കപ്പെടുകയാണ്. അതിന്റെ കൂടെ ഇമാം പറഞ്ഞ മറ്റൊരു വാക്ക് കൂടിയുണ്ട്. അതിന്റെ കൂടെ പരിശുദ്ധ റസൂൽ മൊഴിഞ്ഞ മറ്റൊരു വചനം കൂടിയുണ്ട്. നിശ്ചയമായി നിങ്ങൾ സ്വപ്ന ശരിയാക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നിസ്കാരത്തിന്റെ പൂർത്തീകരണം. ആ പൂർത്തീകരണമാണ് ദീൻ. ഇത് ക്യാഷ്യസ്കളെ പഠിക്കുകയാണ്. അമേരിക്കയിലെ ഏതോ ഒരു ഗ്രാമത്തിലെ ഏതോ ഒരു മസ്ജിദിന്റെ അകത്തൊരു ഖദ് ഖാമത്തി സ്വലാഹ് ശേഷം സഫ് കെട്ടിയ മാതൃക കണ്ടിട്ട്, തക്ബീർ കെട്ടിയ മാതൃക കണ്ടിട്ട്, തോളോട് തോള് ചേർന്ന് റുക്കൂഴിലേക്ക് പോയത് കണ്ടിട്ട്, സഫോട് സഫ് ചേർന്ന് മടമ്പോട് ചേർത്ത് വെച്ച് ഒരു പുരുഷാരം മുഴുവൻ സുജൂദിലെ പരിശുദ്ധ റബ്ബിന് വേണ്ടി നിലത്ത് വീഴുന്നത് കണ്ടിട്ട് ക്രൈസ്തവനായ കാഷ്യസ്കളെ, ലോക ബോക്സിംഗ് ചാമ്പ്യൻ താരമായ കാഷ്യസ്കളെ, അന്ന് വൈകുന്നേരം ഓഹിയോ നദിയുടെ മുകളിൽ പണിത പാലത്തിന്റെ മുകളിൽ കയറുകയാണ്. ഓഹിയോ നദി ലോക പ്രശസ്തമായ നദിയാണ്. ആ നദിയുടെ മുകളിൽ കുറുകെ പണിത പാലത്തിന്റെ മുകളിൽ കയറി അദ്ദേഹത്തിന്റെ സ്വർണ്ണ മെഡൽ കയ്യിലെടുക്കുകയാണ്. എന്താണ് ആ മെഡലിന്റെ പേര്? പുഗിലാറ്റോ എന്ന് പറയുന്ന മെഡല് ലോകത്തെ ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യന് കൊടുക്കുന്ന മെഡലാണ്. അത് വേൾഡ് ഫേമസ് ആയിരിക്കുന്ന ഒരു മെഡലാണ്. ആ പുഗിലാറ്റോ എന്ന് പറയുന്ന സ്വർണ്ണ മെഡൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഓഹിയോ നദിയിലേക്ക് ഞാൻ ഇപ്പൊ വലിച്ചെറിയും. ചരിത്ര പ്രസിദ്ധമായ ഈ നദിയിലേക്ക് ഞാൻ ഇതിപ്പോ വലിച്ചെറിയും. It has lost its power.
ഇതിന്റെ ശക്തി ഇതിന് അശേഷം നഷ്ടമായി പോയിരിക്കുകയാണ്. ഇടിക്കൂട്ടിൽ വെച്ചിട്ട് എന്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ഞാൻ എന്റെ ശത്രുവിനെ, എന്റെ എതിരാളിയെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് നിലം പരിശാക്കി മുട്ടുകുട്ടിച്ചതിന് ശേഷം ലോക ബോക്സിംഗ് ചാമ്പ്യൻ താരം എന്ന് പറയുന്ന പവിത്രമായ പദവിയിലൂടെ ഞാൻ നേടിയെടുത്ത ഈ പുകിലാറ്റോ എന്ന് പറയുന്ന എന്റെ സ്വർണ്ണ മെഡലിന് ഇറ്റ് ഹാസ് ലോസ്റ്റ് ഹിസ് പവർ. അതിന്റെ ശക്തി അതിന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഞാൻ മറ്റൊരു മെഡൽ നേടിയിരിക്കുന്നു. ഞാൻ മറ്റൊരു മെഡൽ മാറോട് ചേർത്തിരിക്കുകയാണ്. പത്രപ്രവർത്തകർ ചോദിച്ചു കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന ബോക്സിംഗ് താരത്തോട്, എന്താണ് നിങ്ങൾ നേടിയെടുത്ത മെഡൽ? നിങ്ങളുടെ കയ്യിൽ മറ്റൊരു മെഡൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തെങ്കിലും മെഡൽ ഞാൻ നേടാൻ കാരണം ഇത് തൊലിയുടെ നിറം നോക്കി ആളെ വേർതിരിക്കുന്ന മതമല്ല. ഇത് തറവാട് നോക്കി മനുഷ്യരെ കണ്ടെത്തുന്ന ആരാധനാലയമല്ല. ഒരു ആരാധനാലയം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഒരു മനുഷ്യന് സീറ്റില്ല. ആദ്യം വരുന്നവന് ആദ്യത്തെ സഫ്, പിന്നെ വരുന്നവന് അടുത്ത സഫ്, പിന്നെ വരുന്നവന് അടുത്ത സഫ്. ആദ്യം വരുന്നവൻ തൊഴിലാളിയായാലും ശരി, ആദ്യം വരുന്നവൻ മുതലാളിയായാലും ശരി, എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധ റസൂൽ പറഞ്ഞു പോയി, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പള്ളിയിൽ മുണ്ടിട്ടിട്ട് സ്ഥലം ബുക്ക് ചെയ്താൽ പോലും അത് അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അവിടെ നിന്ന് മാറ്റി മറ്റൊരാൾക്ക് നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പരിശുദ്ധ ആരാധനാലയത്തിന്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോ ലോകത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ മനുഷ്യാവകാശത്തിന്റെ ഓഫീസാണ് അല്ലാഹുവിന്റെ മസ്ജിദുകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, പാസി മതമുണ്ട്, ബഹായി മതമുണ്ട്, ഹൈന്ദവ മതമുണ്ട്, ക്രൈസ്തവ മതമുണ്ട്, ജൂതമതമുണ്ട്, സിഖ് മതമുണ്ട്. എന്നാൽ നമ്മളൊന്ന് ആലോചിക്കണം, ഈ മതങ്ങൾക്കെല്ലാം ആരാധനാലയങ്ങളുണ്ട്, ക്ഷേത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്, ബുദ്ധവിഹാരങ്ങളായ പഗോഡ നമ്മൾ കാണാറുണ്ട്, ക്രൈസ്തവ ആരാധനാലയങ്ങളായ ചർച്ചകൾ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് ആരാധനാലയങ്ങൾ ലോകത്തെ ചരിത്ര പ്രസിദ്ധമാണ്. അവിടെയെല്ലാം കൂട്ടം കൂടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്, കൂട്ടം കൂടിയിട്ടുള്ള ആരാധനകളാണ്. അണിയണിയായി, വരിയായി, സഫായി, തോളോട് തോളുരമ്പി ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരിയും നിരയുമായിട്ട് നിന്നിട്ട് നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങൾ ലോക ചരിത്രത്തിൽ മുസ്ലിമിന്റെ ആരാധനാലയങ്ങൾ മാത്രമാണ്. പിന്നെ പഠിപ്പിക്കുന്നത് സംശുദ്ധിയാണ്. ഈ അടുത്താണ് ഏതോ ഒരു ഹൈന്ദവ സഹോദരൻ പത്രങ്ങളോട് പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. സ്നാനഘട്ടമുള്ള ഒരു ആരാധനാലയം പോലും ഒരു മതത്തിലുമില്ല. സ്നാനഘട്ടമില്ലാത്ത ഒരു ആരാധനാലയം പോലും ഇസ്ലാം മതത്തിലും ഇല്ല. അദ്ദേഹം പറഞ്ഞു, എന്താ ഈ സ്നാനഘട്ടം എന്ന് പറഞ്ഞാൽ? സ്നാനം ചെയ്യാന്ന് പറഞ്ഞാൽ കഴുകുക, കുളിക്കുക, വൃത്തിയാക്കുക. സ്നാനഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹൗദ് അല്ലെങ്കിൽ പൈപ്പ്. ഒന്നുകിൽ വെള്ളം നിറച്ചു വെച്ച ഹൗദ് വേണം, ജലസംഭരണി സ്നാനഘട്ടം, ഇല്ലെങ്കിൽ പൈപ്പ് വേണം, ടാപ്പ് സംവിധാനം വേണം, വാട്ടർ സപ്ലൈയിങ് സർവീസ് വേണം. അതുള്ള ഒരു ആരാധനാലയം പോലും ഇവിടെയില്ല. പക്ഷേ സ്നാനഘട്ടമില്ലാത്ത ഒരു ആരാധനാലയം ഇസ്ലാം മതത്തിലില്ല. അതുകൊണ്ട് മുസ്ലിമിന്റെ മുഴുവൻ പള്ളികളിലും സ്നാനഘട്ടമുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങളിലോ ഹൈന്ദവ ക്ഷേത്രങ്ങളിലോ സ്നാനഘട്ടത്തിന്റെ ആവശ്യമില്ല. ഞാൻ അതിനെ വേർതിരിക്കുക, മാറ്റി നിർത്തിയല്ല, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ ചർച്ചയല്ല. നമ്മളൊരു പള്ളിയുടെ അകത്തേക്ക് കാല് കഴുകി കയറണം. നമ്മളൊരു പള്ളിയുടെ അകത്ത് പോയി സുജൂദ് ചെയ്യാനും എഴുത്തിക്കാഫിരിക്കാനും ആണെങ്കിൽ കാല് കഴുകിയാൽ മാത്രം പോരാ. സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ചെറിയ വാഹനങ്ങളാകുന്ന മുൻകൈകൾ കഴുകണം.
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രാത്രി കടന്നുറങ്ങാൻ പോയവൻ, പകല് ജോലിക്ക് പോയവൻ, ഇവന്റെ കൈ എവിടൊക്കെ പരതി, എന്തൊക്കെ സ്പർശിച്ചു അവൻ അറിയൂല. അതുകൊണ്ട് ആദ്യം ഉറക്കിൽ നിന്ന് ഉണർന്നു വരുന്നവർ ആദ്യം ഹൗദിലേക്ക് കൈയിട്ടിട്ട് പോലും വുളു എടുക്കരുത് എന്ന് പോലും പരിശുദ്ധ മതം പഠിപ്പിച്ചു. പിന്നെന്ത് ചെയ്യണം? ഒരു കപ്പ് വെള്ളം നിങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങളുടെ കൈ പുറത്തേക്ക് കഴുകണം. ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ ഹൗദിൽ കൈയിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് വുളു എടുക്കാം. എത്ര സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു. എന്നിട്ട് ഈ വുളുവിനെ പറ്റി, നമ്മൾ അല്ലാഹുവിന്റെ മസ്ജിദിന്റെ അകത്ത് എടുക്കുന്ന വുളുവിനെ പറ്റി ഇന്ന് ശാസ്ത്രലോകം പഠിക്കാം. നമ്മൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 5 വുളു എടുക്കുന്ന ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് അതിലേറെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ദായിമുൽ വുളു ഉണ്ട്, തജ്ദീദുൽ വുളു ഉണ്ട്. വുളു എടുത്തിട്ട് വുളുവിനെ വെറുതെ പുതുക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ. ഒരുപാട് സാധാരണക്കാരായ നാടന്മാർ, കാരണവന്മാർ ഫുൾ ടൈം ദായിമുൽ വുളു, മുഴുവൻ സമയം വുളുവിലാണ്. എന്തേ? അവര് പഴയ കാലത്ത് ഏതോ ഉറുദി വയലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനിങ്ങനെ പാഠം ഉൾക്കൊണ്ടിട്ട് പഠിച്ചോനെ ഏതെങ്കിലും ഒരു സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം ക്ഷണിക്കാതെ വരുന്ന മലാഖ. പണ്ട് MT വാസുദേവൻ നായർ പറഞ്ഞ പോലെ മരണമെന്ന് പറയുന്ന ഈ സ്ഥലകാല ബോധമില്ലാത്ത കോമാളി എന്റെ ശരീരത്തിലും ഒരു പിടുത്തം പിടിക്കുന്നതാണ്. അപ്പൊ ദായിമുൽ വുളു ആയാൽ ഏത് നേരം വുളുവോടുകൂടെ അങ്ങനെ ജീവിച്ചാൽ വുളുഇലായിട്ട് എനിക്ക് എന്റെ മലക്കുൽ മൗത്തിനെ കാണാൻ സാധിക്കും. വുളുഇലായിട്ട് എന്റെ റൂഹ് പിരിയും. അപ്പൊ വുളുഇലായിട്ട് ഞാൻ മരിക്കും. പല ആലിമീങ്ങളും ഉറങ്ങാൻ ചെല്ലുമ്പോ വുളുഇലായിട്ട് ഉറങ്ങാൻ കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു, ഒരാൾ ഉറക്കിലേക്ക് വഴുതി വീണാലും ഉണരുന്നത് വരെ അയാൾ വുളുഇലാണ്. ഉണരുന്നത് വരെ അയാൾ വുളുഇലാണ്. ആ ഉറക്കിന്റെ ഇടയിൽ മരണം സംഭവിച്ചാൽ വുളുവോടുകൂടെ അല്ലാഹു വിളിക്കുത്തരം നൽകിയ മനുഷ്യൻ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ വാഴ്ത്തി പറയുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകളുടെ സന്നിധിയിൽ വുളുവോടുകൂടെ മരണപ്പെട്ടവൻ എന്ന ഓമന പേര് അവനെ വിളിക്കുകയാണ്. അവന്റെ സ്ഥാനം മറ്റൊരു സ്ഥാനമാണ്. ഇസ്ലാമിന് എത്ര സിംബലുകൾ! ഈ സിംബലുകളെ ടേക്ക് ഔട്ട് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഈമാൻ. ഇസ്ലാം അല്ല, ഈമാൻ. മുഅ്മിനും മുസ്ലിമും ഒരുപാട് വ്യത്യാസം. മുസ്ലിം ആവുക എന്നുള്ള മാതിരിയല്ല മുഅ്മിനാവൽ. മുഅ്മിനാകാൻ കുറച്ച് റിസ്ക്കാണ്, മുഅ്മിനാകാൻ കുറച്ച് പണിയാണ്. അപ്പോ ഈമാൻ, ഇസ്ലാം, ആ ഈമാനും ഇസ്ലാമും സമഞ്ജസമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് പള്ളി, ആരാധനാലയം, മസ്ജിദ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അപ്പൊ ഞാൻ സ്നാനഘട്ടത്തെയാണ് ചർച്ച ചെയ്തത്. നമ്മൾ 2 കൈയും കഴുകി. ശാസ്ത്രലോകം ഇതിനെപ്പറ്റി പറയാണ്, ഇത് ഹ്യൂമൻ ബോഡിയിലെ സ്മോൾ വെഹിക്കിൾസ് ആണ്. മനുഷ്യ ശരീരത്തിലെ 2 ചെറിയ വാഹനങ്ങളാണ് അത്രേ നമ്മുടെ മുൻകൈകൾ രണ്ടും. ഈ മുൻകൈ രണ്ടും ഏത് സമയവും ഒരു മുസ്ലിമായ മനുഷ്യൻ കഴുകാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. COVID-19 വന്നു. ചൈനയിലെ വുഹാനിൽ നിന്ന് കണ്ടെത്തപ്പെട്ടത് എന്ന് ലോകത്ത് പ്രചരിച്ചു പോയ ഈ COVID-19 ശേഷം മാസ്ക് വൈറലാവുന്നതിന് മുമ്പും അല്ലെങ്കിൽ മറ്റ് പബ്ലിസിറ്റികൾ സോഷ്യൽ മീഡിയയിൽ വളരെ ജാഗ്രതയോടുകൂടെ കടന്നു വരുന്നതിന് മുമ്പും ആദ്യമായിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ കൈകൾ നിങ്ങൾ ശുദ്ധമായി കഴുകുക എന്നുള്ളതായിരുന്നു. ഇന്ന് ലോക കൈ കഴുകൽ ദിനം എന്ന് പറഞ്ഞിട്ട് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ട്. ആ ദിവസം ലോകത്ത് കൈ കഴുകലിന്റെ പ്രാധാന്യം മാത്രമാണ് ലോക അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക. അത്രമേൽ കൈ കഴുകാൻ പ്രാധാന്യം കൊടുത്തു. ഇസ്ലാം ഒന്ന് നിങ്ങൾ നോക്ക്. ഒരു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ കൈ കഴുകൽ സുന്നത്ത്. എത്ര സ്ഥലങ്ങളിലാണ് നമ്മുടെ സ്നാനം വരുന്നത് ഈ മുഅ്മിനായ മനുഷ്യൻ. കാരണം നമ്മളെ ഈ മൃദുലതരമായിരിക്കുന്ന കയ്യിൽ സ്പർശിക്കുന്നത്, നമ്മൾ ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഹസ്തം ദാനം ചെയ്യുന്നു, അതാണല്ലോ ഹസ്തദാനം. നമ്മൾ അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് നാസാരന്ധ്രത്തിലേക്ക് അണുക്കൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ മനുഷ്യനാണ് അറ്റ്ലീസ്റ്റ് 5 നേരം വുദൂഇന്റെ ഭാഗമായി കൈകളെ കൃത്യമായി കഴുകാൻ ഫിഖഹിന്റെ കിതാബിൽ കൈ കഴുകുന്നതിന്റെ രൂപം പോലും പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൈകൾ കഴുകുന്ന ഒരു മുസ്ലിമായ മനുഷ്യനെ ഇന്ന് മെഡിക്കൽ സയൻസ് ഒരു പഠന വിധേയമാക്കാൻ. അത് കഴിഞ്ഞ് വായിൽ വെള്ളം കൊപ്പിളിച്ച് എന്നിട്ട് ഈ കൈ കൊണ്ട് തന്നെ മൂക്കിലേക്ക് വെള്ളം കടത്തിവിട്ട് എന്നിട്ട് ഇടത് കൈ കൊണ്ട് മൂക്കിൽ നിന്ന് വെള്ളം താഴേക്ക് ചീറ്റിത്തെറിപ്പിക്കണം. പൊടിപടലങ്ങൾ നിറഞ്ഞ് വ്യാവസായിക സംവിധാനങ്ങൾ ലോകത്ത് നന്നായി വർദ്ധിച്ചിരിക്കുന്ന
വ്യാവസായിക സംവിധാനങ്ങൾ ലോകത്ത് നന്നായി വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാസാരന്ധ്രത്തിലൂടെ മസ്തിഷ്കത്തിലേക്ക് അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊടിപടലങ്ങൾ, ധൂമപടലങ്ങൾ എത്രയാണ്! ഇപ്പൊ വാഹനങ്ങളുടെ പുക മാത്രം മതി. ഒരു പൊതുനിരത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ വിഷാംശങ്ങളാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, മുഴുവൻ വിഷാംശങ്ങളാണ്. ഇത് നേരെ ശ്വസിച്ച് ഒരു മനുഷ്യന്റെ മൂക്കിലൂടെ കയറുന്ന പൊടിപടലങ്ങള്, പിന്നെ അവൻ ഒന്ന് ബ്രീത്ത് ഇൻ, ഒന്ന് ശക്തമായി ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചാൽ ഇത് നേരെ കയറി പോകുന്നത് അവന്റെ ബ്രെയിനിലേക്കാണ്, മസ്തിഷ്കത്തിലേക്കാണ്. ഒരുപാട് ക്യാൻസർ സാധ്യതകൾ, ബ്രെയിൻ ട്യൂമർ സാധ്യതകൾ, രക്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ സാധ്യതകൾ. അവിടെയാണ് ശരിയായ വുളു. വായിൽ വെള്ളം കൊപ്പിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അങ്ങനെ തന്നെ പണ്ട് ഫിഖഹിന്റെ കിതാബിൽ പഠിപ്പിച്ചു. മൂക്കിലേക്ക് വെള്ളം ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ കളയണം. ഇങ്ങനെ ഒരു മനുഷ്യൻ 5 നേരം അവന്റെ വുളു സ്നാനഘട്ടത്തിൽ പോയി ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് രോഗം വരും? സത്യവിശ്വാസി എത്ര സെക്യൂർഡാണ് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ. അതാണ് അല്ലാഹുവിന്റെ മസ്ജിദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ മസ്ജിദിലേക്ക് കയറണമെങ്കിൽ അൽ വുളൂഉ മിഫ്താഹുസ് സ്വലാഹ്, നിങ്ങൾക്ക് പള്ളിന്റെ വാതിൽ തുറക്കണമെങ്കിൽ ചാവി മതി. പക്ഷേ നിസ്കാരമാകുന്ന മഹത്തായ കൊട്ടാരത്തിന്റെ വാതിൽ തുറക്കാൻ സ്നാനഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ചാവിയെടുക്കണം. അതാണ് വുളൂ. ഫർദ് ഖായിം റബ്ത മില്ലത്ത് സേ ഹെ തൻഹാ കുച്ച് നഹീ मौज है दरिया में और बैरून दरिया कुछ नहीं फर्द क़ाइम ഒറ്റക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഫർദ ഖായിം റബ്ത മില്ലത്ത് സേ തൻഹാ കുച്ച് നഹീ ഒറ്റക്ക് ജീവിച്ചാൽ ഒന്നും നേടാൻ സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നത് സംഘടിതമായ പ്രതികരണങ്ങളിലൂടെയാണ്, സംഘടിതമായ സഹവാസങ്ങളിലൂടെയാണ്. തൻഹാ കുച്ച് നഹീ अकेलापन में कुछ भी नहीं होता है. एक आदमी इकाई में अकेलापन में जिंदगी गुजारने में कोई फायदा भी नहीं होता है. फर्द क़ाइम रब्त मिल्लत से तन्हा कुछ नहीं. അതിന്റെ ഉദാഹരണം മौज है दरिया में. കടലിൽ പോയാൽ, സമുദ്രത്തിൽ പോയാൽ നിങ്ങൾക്ക് തിരമാലകൾ കാണാം. और बैरून दरिया कुछ नहीं. കടലില്ലെങ്കിൽ തിരമാല എവിടെയാണ്? കടലിൽ നിന്ന് കിട്ടുന്ന ഏതോ ഒരു ഇലക്ട്രിക് വേവ് കൊണ്ടല്ലേ തിരമാല ഇങ്ങനെ തുള്ളിച്ചാടുന്നത്. കടല് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു കൗമില്ലെങ്കിൽ തിരമാലയ്ക്ക് എന്ത് ശക്തിയുള്ളത്? നാം എന്ന് പറയുന്ന വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിക്ക് എന്ത് ശക്തിയുണ്ട്? നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയിൽ പോയിട്ട് സംഘടിതരാകണം. സംഘടിതരാകുന്നത് സഹവാസം ചർച്ച ചെയ്യാനാണ്. മദീനത്തെ പള്ളിയിലൊക്കെ പരിശുദ്ധ റസൂല് 3 ദിവസം ഒരാളെ കാണാതിരുന്നാൽ ഉടനെ അന്വേഷിക്കുകയാണ്, നമ്മുടെ ഇന്ന ആള് എവിടെ പോയി സഹാബ? ഉടനെ തന്നെ സഹാബ മറുപടി പറയുകയാണ്, ഇൻകാന മരീദൻ ആദഹു, ആ സഹാബി രോഗിയാണ് എന്ന് പരിശുദ്ധ നബിയോട് പറഞ്ഞാൽ ആദഹു, അന്നത്തെ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യത്തെ അജണ്ട അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശനം നടത്തി ദുആ ചെയ്യലാണ്. വൈകാന മുസാഫിറ, ഇന്നാലിന്ന ആളെ കാണാനില്ല. അപ്പൊ സദസ്സിൽ നിന്ന് മറുപടി പറയുകയാണ്, അയാൾ യാത്രയിലാണ് പരിശുദ്ധ റസൂലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നബി തങ്ങൾ പറയും, സഹാബ, എന്നാൽ ഇന്നത്തെ ളുഹർ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ തന്നെ ഇരിക്കണം. 3 ദിവസമായി നമ്മുടെ ഇന്നാലിന്ന സഹാബിയെ പള്ളിയിൽ കാണുന്നില്ല. അയാൾ മുസാഫിറാണത്രേ, അയാൾ യാത്രയിലാണത്രേ. അദ്ദേഹത്തിന്റെ യാത്രയിൽ ക്ലേശങ്ങളില്ലാതിരിക്കാൻ നമുക്കൊന്ന് കൂട്ടമായി ദുആ ചെയ്യാം. വൈകാന മുസാഫിറൻ തആലഹു ഇൻകാന
مريضا عاده وإن كان مسافرا فعاده. ഈ സംസ്കാരം ഉണ്ടായത് ഉടനറിയോ? മദീനത്തെ പള്ളിയിൽ ഒരു വക്ത് കഴിഞ്ഞിട്ട് ഹബീബായ നബി തിരുമേനി ലീഡർ എണീറ്റിക്കാൻ മാനേറ്റർ എണീറ്റ് നിന്നിട്ട് ലീഡർ എണീറ്റ് നിന്നിട്ട് അല്ല അല്ലാതെ ആൾ എവിടെ പോയി? അപ്പൊ കുശലം പറഞ്ഞു. അപ്പൊ ചർച്ച നടന്നു. അവിടെ സഹവാസം കൊടുമ്പിരി കൊണ്ടു. കൂട്ടത്തിൽ ഒരാളുടെ മറുപടി രോഗിയാൻ. അടുത്ത അജണ്ട ആ സഹാബിയുടെ വീട്ടിൽ പോയി രോഗസന്ദർശനം നടത്തലാണ്. എന്നിട്ട് പറഞ്ഞു പള്ളിന്റെ അകത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇദാ സുർത മരീദൻ ഫമുർഹു അൻ യദ്ഉക. അങ്ങനെ ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിക്കാൻ പോയാൽ ആ രോഗിയോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങൾ കൽപ്പിക്കണം. കാരണം പള്ളിയിൽ വരാൻ പോലും കഴിയാതെ രോഗക്കടക്കയിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ ദുആ പള്ളിയിൽ ഇബാദത്ത് ചെയ്ത് ഇരിക്കുന്ന നിങ്ങളുടെ ദുആയിനേക്കാൾ പവിത്രമാണ്. അവന്റെ ദുആ മലക്കുകളുടെ ദുആ പോലെയാണ്. അപ്പൊ പള്ളിയിൽ നിന്ന് നിങ്ങൾ രോഗിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ കിടക്കുന്ന രോഗിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ പള്ളിയിൽ നിന്ന് പോണ നിങ്ങൾ ആ രോഗിന്റെ കൈ പിടിച്ചിട്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആ രോഗിയോട് പറഞ്ഞോ. കാരണം ആ രോഗക്കിടക്കയിൽ കിടക്കുന്ന ആളുടെ ദുആ മലക്കുകളുടെ ദുആ പോലെയാണ്. ഇന്ന് നമ്മുടെ മഹല്ലിൽ ഒരു സഹോദരി അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ്. കിഡ്നി രോഗബാധിതയായിട്ട് കുറച്ചു കാലം കിടക്കായിരുന്നു. ഞാനും ബഹുമാന്യനായ അഷ്റഫി ഉസ്താദ്, നിങ്ങളുടെ മഹല്ലിലെ ഖതീബ്, ചീഫ് ഇമാം, ഞങ്ങളും ഭാരവാഹികളും കൂടി അവിടെ ആ വീട്ടിൽ പോയി ദുആ ചെയ്തു. ഇന്ന് പകല് തിരിച്ചു പോകുന്നത് ഞാൻ വിതരണത്തിൽ ഓർത്തു പോവുകയാണ്. ഈ നിമിഷം ഞാൻ ഈ പരിശുദ്ധമായ സദസ്സിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെ കേട്ടിട്ട് ആ സഹോദരി ആറടി മണ്ണിൽ അന്ത്യവിശ്രമം നടത്തുകയാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ മിസ്ലെ സവാബ് ഈ നിമിഷം തന്നെ ആ സഹോദരിയുടെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ ഇവിടെ കൂടുകയാണ്, പിന്നെങ്ങനെ പിരിഞ്ഞു പോവാൻ? കൂടലും പിരിയലും പുനഃസമാഗമം പോലെ ദുനിയാവിൽ നടക്കുന്ന പ്രതിഭാസമാണ്. എന്താണ് ഇതിന്റെ അനന്തര ഫലം? നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ബഹുമാന്യനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ സമാൻ സാഹിബ് അവർകൾ, അൻവർ സാദത്ത് സാഹിബ് അവർകൾ അൽ സമാൻ, ബഹുമാന്യനായ ആ മാന്യ വ്യക്തിത്വം ഒരു പള്ളി പണി കഴിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. പ്രകടനപരതയുടെ ഒരു അംശം പോലും ആ മനുഷ്യനെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഫോണിൽ പരിപാടിക്ക് ക്ഷണിക്കാൻ വരുമ്പോ പോലും പറഞ്ഞത് പേര് പറഞ്ഞിട്ട് ദുആ ചെയ്തു പോകരുത് എന്നാണ്. ഞാൻ എന്തിനാണ് പിന്നെ പറഞ്ഞു പോയത്? അദ്ദേഹം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന മാത്രയിൽ ഞാൻ എന്തിനാണ് ഇവിടെ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞല്ലോ, ലക അജ്റു സിർരി വഅജ്റുൽ അലാനിയ. ഞാൻ എന്റെ പേര് പരസ്യപ്പെടുത്തിയാല് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിൽ നിസ്കരിക്കാണ്. നിസ്കാരത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയം എല്ലാവരും ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ഉറങ്ങാൻ പോയതിനു ശേഷമുള്ള സമയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, ഇന്ന് എന്നെ മണിയറയിലേക്ക് പ്രതീക്ഷിക്കണ്ട, ഇന്ന് മദീനത്തെ പള്ളിയിൽ ഞാൻ ഇബാദത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. എല്ലാവരും പോയി, എല്ലാവരും വീട്ടിൽ പോയി തണുപ്പിന്റെ കട്ടിക്കരിമ്പടം മുടച്ചു കൂർക്കം വലിച്ചു ഉറങ്ങുമ്പോ മദീനയിലെ അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ മദീനയിലെ പള്ളിയുടെ അകത്തേക്ക് ഒളിഞ്ഞു കയറുകയാണ്. അത് മറ്റാരുമല്ല, അബൂ ഹുറൈറയാണ്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു ചെരുവിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭവ്യതയോടുകൂടെ നിസ്കരിക്കുകയാണ്. ഈ നേരം നിസ്കരിച്ചാൽ ഇതിന് തീർച്ചയായും കൂലി കിട്ടും. കാരണം എന്താ? എന്റെ നിസ്കാരം കാണാൻ ഒരാളും ഇവിടെ ഇല്ല, എല്ലാവരും പാതിരാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ നിസ്കരിക്കാൻ തെരഞ്ഞെടുത്ത സന്ദർഭം. അതിന്റെ ഇടയിലാണ് ഏതോ ഒരു യാത്രക്കാരനായ സ്വഹാബി ഒട്ടകത്തിന്റെ കട്ടിലിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് കയറി വരികയാണ്. പള്ളിയിൽ കയറി വന്നപ്പോൾ ഇയാൾ കണ്ടത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന രംഗമാണ്. ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കാരം നിർത്തിയിട്ട് അബൂ ഹുറൈറ തങ്ങൾ നേരെ സുബൈക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പോയി. ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ നബിയോട് പറഞ്ഞു, നബിയെ
ആരും കാണാത്തൊരു സമയം എന്നുള്ള നിൽക്കാണ് ഇന്നലെ നട്ടപ്പാതിര സമയം മദീനത്തെ പള്ളി പോയി നിസ്കരിക്കാൻ ഞാൻ സെലക്ട് ചെയ്തത്. എന്താ സംഭവിച്ചേ? വേറൊരാള് വന്നിട്ട് യാത്രക്കാരനായിട്ട് അയാൾ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി പള്ളിയിൽ കയറി. സംഗതി വശാൽ അയാളിന്റെ നിസ്കാരം കണ്ടു. നബിയേ, എന്റെ നിസ്കാരം പരസ്യായില്ലേ, അതോടുകൂടെ എന്റെ കൂലി പോയില്ലേ നബിയെ എന്ന് വിഷമിച്ച് പറഞ്ഞ്, ഉള്ള കൂലിയും പോകുമെന്ന് പ്രതീക്ഷിച്ചു വിചാരിച്ചിട്ട് വിഷമം പറഞ്ഞു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പുറത്തു കൊട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ അബാ ഹുറൈറ, നിന്റെ കൂലി പോയിട്ടില്ല എന്ന് മാത്രല്ല, നിനക്ക് 2 കൂലി കിട്ടിയടാ. എന്തേന്ന് ചോദിച്ചു. നിനക്ക് നീ രഹസ്യമാക്കിയതിന്റെ കൂലി കിട്ടി. നീ അറിയാതെ അത് പരസ്യമായി മറ്റൊരാൾ കണ്ടു, അപ്പോഴും നിനക്ക് കൂലി കിട്ടി. കാരണം അയാളുടെ മനസ്സിൽ ഒരു ആശയം മുളപൊട്ടി, ഇങ്ങനെയും നിസ്കരിക്കാൻ പറ്റുമല്ല തമ്പുരാനെ. ഭാര്യയുടെ മാരടത്തോട് ചേർന്ന് കിടന്നിട്ട് ഞാനിങ്ങനെ കെട്ടിപ്പിടഞ്ഞ് കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ നിശബ്ദതയുടെ നിശീതിനിയിൽ കമ്പിളിപ്പുതപ്പിനെ പകഞ്ഞു മാറ്റി അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ ഡിസംബറും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന മകരത്തണുപ്പിൽ ഓടി വന്നിട്ട് പള്ളിയിൽ നിന്ന് അംഗസ്നാനം എടുത്തിട്ട് ആരോരും കാണാതെ ഇങ്ങനെയും നിസ്കരിക്കാൻ കഴിയും എന്ന് അബൂ ഹുറൈറ നിന്റെ നിസ്കാരം കണ്ടപ്പോ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയ ആ യാത്രക്കാരനായ സഹാബിക്ക് തോന്നി അത് പരസ്യമായത് കൊണ്ടാണ്, അതുകൊണ്ട് രഹസ്യമാക്കിയതിന്റെ കൂലിയും കിട്ടി. നീ അറിയാതെ അത് പരസ്യമാക്കിയതിന്റെ കൂലിയും കിട്ടിയെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഓർത്തു പോവുകയായി. ബഹുമാന്യനായ അൻവർ സാദത്ത് സാഹിബ് അവർകൾ അങ്ങനെ വിളിച്ചു. പള്ളിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പ്രഭാഷണത്തിന് വേണ്ടി വരുന്നതിന്റെ മുമ്പ് ബഹുമാന്യനായ നമ്മുടെ അക്കര ഫൗണ്ടേഷൻ, അസീസാജി നടത്തുന്ന അക്കര ഫൗണ്ടേഷൻ സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി കടന്നുപോയതാണ്. ഇന്ന് എന്റെ ദിവസം ധന്യമാണ് എന്ന് അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയുകയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, അവിടെ പോയപ്പോഴാണ് ജീവിതത്തിന്റെ കനമുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞത്. എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികൾ, പ്രിയപ്പെട്ടവരെ, മെന്റലി ആൻഡ് ഫിസിക്കലി ഡിസബിലിറ്റി സംഭവിച്ച ഭിന്നശേഷിക്കാരായ മക്കൾ, അതിലേറെ സങ്കടം തോന്നിയത് ആ മക്കളെ മാറോട് ചേർത്ത് പിടിക്കുന്ന മാതാക്കൾ, പിതാക്കൾ, അവരുടെ രംഗാണ്. എന്നൊരു കുട്ടിയെ കണ്ടു. അല്ലാഹു ആ കുട്ടിക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ രക്ഷിതാക്കളെ അഡ്രസ് ചെയ്ത് ഇന്ന് അക്കര ഫൗണ്ടേഷനിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ കണ്ണറിയാതെ സജലങ്ങളായി, എന്റെ കണ്ണറിയാതെ നിറഞ്ഞു. എന്റെ 2 പൊന്നുമക്കളെ ഞാൻ ആലോചിച്ചു. 2 പൊന്നുമക്കളെ ഞാൻ ആലോചിച്ചു. അതിലൊരു രക്ഷിതാവ് വന്നിട്ട് അവസാനം പറഞ്ഞത്, 7 വയസ്സ് വരെ എന്റെ മകൾ ഓടിച്ചാടി നടന്നതാണ് ഉസ്താദേ, 7 വയസ്സ് വരെ. പക്ഷേ 7ാമത്തെ വയസ്സെത്തിയപ്പോ പെട്ടെന്നൊരു തളർച്ച, 2 കാലിന്റെയും സ്വാധീനം നഷ്ടപ്പെട്ടു. പോവാത്ത ഹോസ്പിറ്റലില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല, നടത്താത്ത സിയാറകളില്ല, ഒക്കെ കഴിഞ്ഞു. നല്ല അരിസ്റ്റോക്രാറ്റിക് ഫാമിലി, സാമ്പത്തികമായി ശരിക്കും അടിത്തറയുള്ള ബേസ്മെന്റ് ഉള്ള ഫാമിലി. പക്ഷേ എല്ലാം കഴിഞ്ഞു. ഈ പൊന്നു മകൾക്ക് വേണ്ടി എല്ലാം കഴിഞ്ഞു. കാരണം ഒരുപാട് ചികിത്സക്ക് വേണ്ടി പോയി. ആ ചികിത്സ കഴിഞ്ഞ് പിന്നെ കുട്ടിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ. പിന്നെ വാപ്പാക്ക് ജോലിയെ പറ്റിയിട്ടുള്ള ചിന്തയില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം ഉണ്ടല്ല. ഈ ബിസിനസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള എനർജിയും എക്കണോമിയും ഹെൽത്തും വെൽത്തും അതിനുള്ള ടൈമും അതിനുള്ള മനസ്സും എല്ലാം പോയി. പിന്നെ മകള് മാത്രമാണ് ചിന്ത. ഇന്നും വന്നിട്ടുണ്ട് ആ ഉപ്പയും ആ ഉമ്മയും പൊന്നുമോളുടെ കൈയും പിടിച്ചിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് വീൽ ചെയറിൽ. നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നു, സഞ്ചരിക്കുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അല്ലാഹുവിനെ പഠിക്കാൻ നിങ്ങൾ എവിടെയും പോകണ്ട. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആ വിഷയമാണ് ഞാൻ കോട്ടിക്കുളത്തെ ഉറൂസിനെ സംസാരിച്ചത്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പഠിച്ചു. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പഠിച്ചില്ലേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പഠിച്ചിട്ടില്ല. ബഹുമാന്യനായ സഹൃദയനായ സ്നേഹിതൻ, അതിന്റെ മാനേജർ യാസർ വാഫിയുടെ കൂടെ അക്കര ഫൗണ്ടേഷനിന്റെ ഓരോ ക്യാബിനുകളും നടക്കുമ്പോ ഹൃദയം ഇങ്ങനെ തുടികൊട്ടുകയാണ്.
കൊച്ചുകുട്ടികളുടെ ഒരു ഏരിയ, ഫിസിയോതെറാപ്പിയുടെ ഒരു ഏരിയ, സ്പീച്ച് തെറാപ്പിയുടെ ഒരു ഏരിയ, മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഏരിയ. എന്തൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ. അതിന്റെ ഇടയിലാണ് ഒരു ചെറിയ പിഞ്ചു പൈതലിനെ ഒരു ലേഡി ഫിസിഷ്യൻ, അവരിങ്ങനെ കുഞ്ഞു പൈതൽ, നടക്കാനൊന്നും പ്രായമായിട്ടില്ല, മലർന്ന് കിടക്കാനുള്ള പ്രായമായിട്ടുള്ളൂ. ആ കുഞ്ഞു പൈതലിന്റെ ഇളം കവിളുകളുടെ രണ്ട് സൈഡും ഇങ്ങനെ മസാജ് ചെയ്യാം. നോർമലി അവിടെ നടന്ന ഒരു സാധാ ഒരു സംഭവം. ഞാന് മാനേജർ വാസിന്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇത് സംഭവം? അപ്പം അദ്ദേഹം വിശദീകരിച്ചു തരാണ്, നമ്മുടെ രണ്ട് കവിളിന്റെ സൈഡിലുള്ള പേശികൾ വീക്കായതാണ്, അതുകൊണ്ട് കുട്ടിക്ക് നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല. ചില ആളുകൾക്ക് വായിന്ന് എണീറ്റ് നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ വായിന്ന് ഇങ്ങനെ ഒരു തരം ദ്രാവകം പുറത്തേക്ക് വരും, അത് കൺട്രോൾ ചെയ്യാൻ കഴിയണില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മളെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഉമിനീര് കേലയായി പുറത്തേക്ക് ഇങ്ങനെ വരിക, അത് ആളുകൾ ഇങ്ങനെ കാണുക. ആ കുട്ടിയെ കാണുമ്പോഴാണ് നമ്മൾ, പഠിച്ചോനെ എന്റെ രണ്ട് പേശി, എന്റെ രണ്ട് കവിളിന്റെ സൈഡില് ഈ ഉമിനീര് കൺട്രോൾ ചെയ്യാൻ, ഭക്ഷണം കഴിക്കാനുള്ള കെൽപ്പ് കിട്ടാൻ ഒരു തെറാപ്പിസ്റ്റിനെ കൊണ്ടും എനിക്ക് മസാജ് ചെയ്യിപ്പിക്കേണ്ടി വന്നിട്ടില്ലല്ലോ തമ്പുരാനെ, അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ എത്ര അനുഗ്രഹീതനാണ്. കുറച്ചുകൂടിയാണ്ട് ചെല്ലുമ്പോ ഒരു കുഴപ്പമില്ല, വേറൊരു കുട്ടിക്ക് കാലിന്റെ പാദം മാത്രം വളഞ്ഞിട്ടുണ്ട്, അത് തെറാപ്പി ചെയ്യാൻ. ആ പാദം മാത്രം ശരിയാവാത്തതിന്റെ പേരിൽ കുട്ടിക്ക് നടക്കാൻ കഴിയണില്ല, എണീറ്റ് നിൽക്കാൻ കഴിയണില്ല, ഓരോന്നും. അപ്പൊ നമ്മൾ ആപാദമസ്തകം, ആപാദചൂടം, ആമൂലാഗ്രം, അഗ്രം മുതൽ മൂലം വരെ, കാല് മുതൽ തല വരെ, പാദം മുതൽ മസ്തകം വരെ നമ്മൾ ഓരോ സെല്ലുകളെ പറ്റി നമ്മൾ പഠനം നടത്തണം. സെല്ലുകളെ പറ്റി. ഇന്ന് രാത്രി ഉറക്കം കിട്ടിയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞാണ്ട് ഒരു ജനറൽ ഫിസിഷ്യനിൽ MD എടുത്ത ഡോക്ടറെ പോയി കണ്ട് അദ്ദേഹം സ്റ്റെതസ്കോപ്പ് വെച്ച് അദ്ദേഹം ബോഡി മുഴുവൻ ചെക്ക് ചെയ്ത് അവസാനം അദ്ദേഹത്തിന് പിടുത്തം കിട്ടാതെ ബ്ലഡ് അദ്ദേഹത്തിൻ്റെതായ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ഇനി കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതിൽ തൈറോയിഡ് ഒരു അംശം കൂടിയതാണ് പ്രശ്നം എന്ന് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് അതിനു വേണ്ടി ക്യാപ്സൂൾ കുടിച്ച് അന്ന് രാത്രി ഇങ്ങനെ കിടക്കുമ്പോ, അല്ലാഹുവേ തൈറോയിഡ് ഒരു അംശം കൂടാതെ ഞാൻ ഇത്രയും ആയുസ് ജീവിച്ചല്ലോ തമ്പുരാനെ എന്ന ഒരു മറുവശം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ദുനിയാവിന്റെയും നമ്മുടെ ഹെൽത്തിന്റെയും വിലറിയുള്ളൂ. ഇപ്പൊ അടുത്താണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് 85 വയസ്സുള്ള 85 ഇയേഴ്സ് ഓൾഡ് ഏജിലെത്തിയ ഒരു വന്യവയോധികനായ ബാപ്പാനെ അധ്യാപകരും എഞ്ചിനീയേഴ്സും ഒക്കെ ആയ മക്കൾ താങ്ങി പിടിച്ചു കൊണ്ടുവരാൻ. എന്തായിരുന്നു വാപ്പാന്റെ പ്രശ്നം? മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രനാളത്തിലൂടെ പുറത്തു പോകുന്നില്ല. 3 ദിവസം ബുദ്ധിമുട്ടായി. വെള്ളം കുടിക്കുന്നുണ്ട്, ദാഹം വരുമ്പോ വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ മൂത്രനാളത്തിലൂടെ പുറത്തു പോകുന്നില്ല. അവസാനം ബ്ലാഡർ ഉന്തി വീർത്തു. അദ്ദേഹത്തിന്റെ മക്കൾ പറയാ, ബാപ്പാന്റെ നാഭി ഒരു ഫുട്ബോൾ പോലെ ഉന്തി വീർത്തു, മൂത്രം ധമനികളിൽ നിറഞ്ഞിട്ട് ബ്ലാഡർ വീർത്തു, പക്ഷെ മൂത്രം പോകുന്നില്ല. എത്ര വേദന ഉണ്ടാവും, എത്ര വേദന ഉണ്ടാവും അതിന്. നമുക്ക് ഒരു നേരം 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് മൂത്രയിക്കാൻ പോവാനുള്ള മൂത്രശങ്ക ഉണ്ടായാൽ നമ്മുടെ അസ്വസ്ഥത എത്രയാ. എന്നിട്ട് ഈ മക്കള് പറയാണ്, 3 ദിവസം ഇതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളുടെ വന്യവയോധികനായ പിതാവ് ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തിയില്ല, അദ്ദേഹം കരഞ്ഞതില്ല. കടിച്ചമർത്തി, ഞങ്ങളൊപ്പം വേദന ഇങ്ങനെ കടിച്ചമർത്തി. പക്ഷേ ബേബി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 4ാമത്തെ ദിവസം ബ്ലാഡർ ഓപ്പറേഷൻ നടത്തി. ആ കെട്ടിക്കിടക്കണ മൂത്രം എല്ലാം പുറത്തേക്ക് കളഞ്ഞു, ബ്ലാഡർ തുന്നി ചേർത്തു, അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. അപ്പോ ഹോസ്പിറ്റലിൽ ICUയിലേക്ക് ബാപ്പാനെ കടത്തി. അപ്പൊ എല്ലാ സുഖവും കിട്ടി. അപ്പണ്ട് പാപ്പ അങ്ങനെ കരയണ. ഞങ്ങൾ പോയി കാണാൻ പോയപ്പണ്ട് പാപ്പ അങ്ങനെ കരയണ. എന്തേ ഉപ്പാക്ക് വേദന ഉണ്ടോ? ഇല്ല മക്കളെ, വേദനയൊന്നുമില്ല. പിന്നെ എന്തിനാ ഉപ്പ കരയണ? 3 ദിവസം ബ്ലാഡർ കെട്ടി വീർത്തിട്ട് അങ്ങ് പെടയുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരിറ്റു കണ്ണീർ അങ്ങയുടെ കണ്ണിൽ നിന്ന് വീണിട്ടില്ല. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തു, മൂത്രം പുറത്ത് കളഞ്ഞു, അങ്ങേക്ക് സുഖായി, എനിക്ക് സുഖം തന്നു എന്ന് പറഞ്ഞ മാതിരി നല്ല റാഹത്ത് കിട്ടി, ആറാം കിട്ടി. ഇപ്പൊ എന്തിനാ ഉപ്പ കരയണെന്ന് ചോദിച്ചപ്പോ ഈ വാപ്പ പറഞ്ഞ മറുപടി ഹൃദയ ഭേദകമാണ്. ആ പിതാവ് പറഞ്ഞു, മക്കളെ
ഞാൻ എനിക്കിന്റെ റബ്ബ് 85 കൊല്ലം തന്ന നിഅമത്ത് ആലോചിച്ച് കരഞ്ഞതാണ്. ഈ 85 വർഷത്തെ പുരുഷായുസിന്റെ ഇടയിൽ എന്റെ റബ്ബ് എന്റെ ബ്ലാഡർ ബ്ലോക്ക് ആക്കിയില്ലല്ലോ. അപ്പോഴാണ് ഞാനും നിങ്ങളും ബാത്റൂമിൽ നിന്ന് വലതുകാല് പുറത്ത് വെച്ച് ഇറങ്ങുമ്പോ ചെല്ലുന്ന ദിക്റിന്റെ മഹാത്മ്യം ഓരോ ദിവസവും മനസ്സിലാകുന്നത്. പരിശുദ്ധനായ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ പാപമോചനം നടത്തുകയാണ്. അല്ലദീ, എങ്ങനത്തെ തമ്പുരാൻ, അദ്ഹബ അന്നിൽ അദാ, എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ വൻകുടലിലൂടെ എന്റെ ആമാശയം ചവച്ചു തുപ്പി പുറം തള്ളിയ മാലിന്യം എന്റെ വയറ്റിൽ നിന്ന് ബാത്റൂമിലേക്ക് പുറം തള്ളാൻ എന്നെ സഹായിച്ച തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും. വഅഫാനി, എന്റെ മൂത്രവും എന്റെ മലവും പുറത്തേക്ക് പോയതോടുകൂടെ എന്റെ ശരീരത്തിൽ സുഖം തന്ന തമ്പുരാൻ. ഒരു നേരത്തെ ഡൈജഷൻ ഫംഗ്ഷൻ ഡിസോർഡർ ആയാലാണ് അല്ലാഹു നമ്മുടെ ഉദരത്തിന്റെ അകത്ത് ചെയ്തു വെച്ച എഞ്ചിനീയറിംഗ് സിസ്റ്റത്തിന്റെ തിയറി നമുക്ക് ബോധ്യപ്പെടുക. ഒരു ദിവസം വയറിനൊരു എരിച്ചിലുണ്ടായാൽ മതി. എന്താ ഈ അകത്ത് കിടക്കുന്ന സാധനങ്ങളുടെ സ്റ്റാറ്റസ് ഒന്നും അറിയില്ല. ഞാനും നിങ്ങളും സംസാരിക്കണോ, നമ്മൾ നേരം വിളിക്കുന്നു, എണീക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പൊ പോലും തന്റെ മാതാവിന്റെ ക്രിയാറ്റിൻ കൂടുതലാണ്, ഡയാലിസിന്റെ അടുത്ത് എത്തി നിൽക്കുകയാണ്. ഈ സദസ്സിൽ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞത് തൊട്ട് മുമ്പത്തെ നിമിഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കൂ. അല്ലാഹു ആ മഹദിക്ക് ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്നു, ഇത് ദുആന്റെ സദസ്സാണ്. ഞാൻ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇത് ദുആന്റെ മാത്രം സദസ്സാണ്. നമുക്ക് അല്ലാഹുവോട് ചോദിച്ചു വാങ്ങാനുള്ളത് ചോദിച്ചു വാങ്ങിയിട്ട് പോകണം. ഞാൻ ഇവിടെ വരാനും നിങ്ങൾ ഇവിടെ വരാനും ഒക്കെ ഉള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, നാളെ നമ്മുടെ പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ, നാളെ നമ്മുടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ, നാളെ ഒരു മജ്‌ലിസ് നമ്മളിങ്ങനെ കൂടുമ്പോ, ഞാൻ മരിച്ചു പോകുമ്പോ നിങ്ങൾ ഇതിനെ പറ്റി പറയും. അന്ന് ഇവിടെ വന്നിനു, അന്ന് ഇവിടെ പ്രസംഗിച്ചിരുന്നു, അന്ന് ദുആ ചെയ്തിരുന്നു. ആ ഒരു ഓർമ്മയിൽ നിങ്ങൾ ഈ 4 ആൾ ആമീൻ പറയും. അതാണ് എനിക്ക് നാളെ ഖബറിൽ കിടക്കുമ്പോ എന്റെ ഈ കവിള് 3 കഫംപുടയുടെ ശീലയും ഇവിടുന്ന് മാറ്റി മണ്ണിന്റെ തലയിണ കൊണ്ട് പടുത്തുണ്ടാക്കപ്പെട്ട മേത്തരം ഉയർച്ചയുള്ള ഒരു സ്ഥലത്ത് ഖബറിലേക്ക് വെക്കുന്ന ആള് കഫംപുട മാറ്റിയിട്ട് നമ്മളെ ചെരിച്ച് കിടത്തുകയാണ് ഖിബിലക്ക്. ആ ഒരു കടത്തം ഈ പന്തലിന്റെ ചോട്ടിലല്ലാതെ എവിടെയാണ് പിന്നെ നമ്മൾ ഓർക്കുക? അപ്പൊ ഈ ആമീന്റെ വില മനസ്സിലാവുന്നു. പള്ളിയിൽ ജുമാക്ക് ഖുതുബക്ക് ഇങ്ങനെ കേറണതിന്റെ മുമ്പ് 2-3 ആൾക്കാർ ലിസ്റ്റായിട്ട് വരും. അപ്പോൾ പറയും, ഉസ്താദേ, നമ്മളെ പള്ളിയിൽ സ്ഥിരമായിട്ട് ജുമാക്ക് കൂടുന്ന ആളാണ് ഇന്നലെ മരിച്ച ആള്. അപ്പൊ ദുആ ചെയ്യാൻ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ബോധം വരുമല്ലോ. വരും. അക്കരെ ഫൗണ്ടേഷൻ ഇന്ന് ഞാൻ പോയപ്പോൾ എന്റെ ഉള്ളിൽ ഇറങ്ങിയത്, സത്യം പറയുകയാണെങ്കിൽ എന്റെ കണ്ണ് നിറഞ്ഞു. ഓരോ മാതാക്കൾ ഓരോ വിഷമത്തിലാണ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ സ്വർഗവും പോയില്ലേ. ഇനി എന്താ മ്യൂസിക് അവർക്കുള്ളത്? ഇനി എന്താ ആനന്ദാണ് ആ മാതാപിതാക്കൾക്കുള്ളത്? ആ മക്കളെ ഇങ്ങനെ കൊണ്ട് അവർ ജീവിക്കാൻ. എന്തിനാ അവർ ജീവിക്കേണ്ടത്? മക്കൾക്ക് വേണ്ടി. അവരൊരു വിഭവ സമൃദ്ധമായ ഒരു ബ്രോസ്റ്റോ, ഒരു ഷവായയോ, ഒരു അൽഫാമോ, ഒരു മന്തിയോ ആ ഉപ്പയും ഉമ്മയും ഒരു സദസ്സിൽ വെച്ച് കണ്ടാലും അത് തിന്നാൻ കഴിയാത്ത തന്റെ ഡിസേബിലിറ്റിയുള്ള കുഞ്ഞിനെ ആലോചിച്ചിട്ട് ആ ഡെലീഷ്യസ് ഫുഡ് കണ്ണീരോടുകൂടെ നീക്കി വെക്കുന്ന ജന്മങ്ങൾ. ജീവിതത്തിന്റെ ഇങ്ങനെയുള്ള പച്ചപ്പുകളെ, സ്വന്തം ചോരബന്ധങ്ങളെ ആലോചിച്ച് മാറ്റിവെക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ. അവരെ ആലോചിക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ അവർക്ക് ഇന്ന് പ്രോമിസ് ചെയ്ത ഒരു വാക്കാണ്, ഞാൻ ദുആ ചെയ്യും, അല്ലാഹുവേ ആ മാതാപിതാക്കൾക്ക് ഇതിന് പകരം നീ സ്വർഗം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇങ്ങനെ ഒരു സ്ഥാപനം വേറിട്ടൊരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അസീസാജി അടക്കമുള്ള ആളുകൾക്ക് അല്ലാഹുവേ ആയുരാരോഗ്യവും അതുപോലെ തന്നെ സിഹത്തും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ നാടിന്റെ പച്ചപ്പുകളാണ്. ഇങ്ങനെ ഉമറാക്കൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പൊതുപ്രവർത്തകന്മാർ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ, മുഴുവൻ ആളുകൾ. ഇങ്ങനെ കുറെ ആളുകൾ ഓടണം, ഇങ്ങനെ കുറെ ആളുകൾ നടക്കണം, ഇങ്ങനെ കുറെ ആളുകൾ ഇന്ധനങ്ങളാവണം. അപ്പോഴാണ് ഒരു ഉമ്മത്ത് എണീറ്റിക്കൊള്ളു. നമ്മളൊക്കെ പൂർവ്വകാലം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ UP-യിലെ ടെക്സ്റ്റൈൽസില് വസ്ത്രവ്യാപാരം നടത്തി, UP-യിലെ ജ്വല്ലറിയില് രത്ന കച്ചവടം നടത്തി ഭായിമാര് വലിയ മുതലാളിമാരായിരുന്നു.
ആ ഭായിമാര് വലിയ മുതലാളിമാരായിരുന്നു. അവസാനം ഒരു വാർത്ത കേട്ടത്രേ, കോഴിക്കോട് JDT എത്തിങ്കാന എന്ന് പറഞ്ഞ എത്തിങ്കാനയില് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, ഒറ്റപ്പെട്ടു പോയ ഒരു സംസ്ഥാനത്ത് നമ്മളെ കൗമ് ദീന് പഠിക്കേണ്ടത്രേ. എന്നിട്ട് അന്നത്തെ കൽക്കരിക്ക് ഓടുന്ന തീവണ്ടിയിൽ ബോധമുള്ള UP-യിൽ അള്ളാഹു നിഅമത്ത് കൊടുത്ത, സമ്പത്ത് കൊടുത്ത ഭായിമാര് കോഴിക്കോട്ടേക്ക് തീവണ്ടി കയറിയിട്ടുണ്ട്. ട്രെയിനല്ല, തീവണ്ടി കയറിയിട്ടുണ്ട്. ആ തീവണ്ടിയിൽ വന്ന് ഇറങ്ങി JDT-യിൽ വെള്ളിമാട് കുന്നിലേക്ക് കാളവണ്ടിയിൽ വന്നു. അവിടെയുള്ള യതീമുകളായ മക്കളെ കണ്ടു. അവർക്ക് സ്റ്റൈപ്പൻഡ് പാസ്സാക്കിയത് UP-യിലെ ഭായിമാരാണ്. അവർക്ക് പഠിക്കാനുള്ള കിതാബ് കൊടുത്തത് UP-യിലെ ഭായിമാരാണ്. ഇന്ന് എവിടെത്തി നമ്മുടെ സമ്പ്രദായം? ആ ഭായിമാർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. കേരളത്തിൽ നമുക്ക് യൂണിവേഴ്സിറ്റികൾ, കേരളത്തിൽ നമുക്ക് സർവകലാശാലകൾ, കേരളത്തിൽ നമുക്ക് അറബി കോളേജുകൾ, കേരളത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളുള്ള സൗധങ്ങൾ ഇന്ന് നമ്മൾ എവിടെയാണ്? ഇവിടെ ഗ്രീൻവുഡിൽ ഒന്ന് പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര സ്ഥാപന സമുച്ചയം! ഒരു വഫിയ ക്യാമ്പസ്, അത് കഴിഞ്ഞ് KG to PG, KG to +2, ആയിരക്കണക്കിന് മക്കൾ പഠിക്കുന്ന മറ്റൊരു ക്യാമ്പസ്. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് ഡിഗ്രി കോളേജ്, 4 കോഴ്സുകൾ ഈ മൂക്കിന്റെ ചോട്ടിലുള്ള ഡിഗ്രി കോളേജ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി അവിടെ പോയപ്പോ ഹിഫ്ള് കോളേജ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലെത്തി. ഞാൻ അഭിമാനത്തോടുകൂടെ നിങ്ങളെ പറയുകയാണ്, അഭിമാനത്തോടുകൂടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ കുണിയയിൽ ഈ കോട്ടിക്കുളത്തിന്റെ വെളിപ്പാടകലെ എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമായ നമ്മുടെ സ്വന്തം കുണിയയിൽ, ചരിത്ര പ്രസിദ്ധമായ കുണിയയുടെ മണ്ണിൽ ഇനി കാസർഗോഡിന്റെ ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. ഏക്കറക്കണക്കിന് സ്ഥലത്ത് ഒരു മഹാനായ വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരുപാട് കാലങ്ങളിൽ അദ്ദേഹം സ്വപ്നമായി കൊണ്ട് നടന്നിരുന്ന ഒരു കാര്യം ഇനി യാഥാർത്ഥ്യമാവുകയാണ്. കേരളം ഉറ്റുനോക്കുന്ന സ്ഥാപന സമുച്ചയം അവിടെ കടന്നു വരികയാണ്. ഒരുപാട് സ്കൂൾ സംവിധാനം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഗേൾസിനും ബോയ്സിനും മെഡിക്കൽ എൻട്രൻസ്, അതുപോലെ തന്നെ കൃത്യമായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ള ക്യാമ്പസ്, അതുപോലെ തന്നെ സിവിൽ സർവീസ് അക്കാഡമി, അതോടുകൂടെ തന്നെ വളരെ അത്യാധുനിക സംവിധാനത്തിൽ ഹൈടെക് ഫെസിലിറ്റിയോടുകൂടെ, ഹൈ എൻഡ് ഫെസിലിറ്റിയോടുകൂടെ സജ്ജീകരിക്കപ്പെടാൻ പോകുന്ന മഹത്തായ മനോഹരമായ അറബി കോളേജ്. എല്ലാ സംവിധാനവും ഒരു കുട്ടിക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എത്രത്തോളം പരമാവധി മാക്സിമം നമുക്ക് പോകാൻ പറ്റുമോ അതിന്റെ ഹൈ എൻഡ് ഫെസിലിറ്റീസ് കൊടുത്തിട്ടുള്ള ഒരു ക്രിയാത്മകമായ സ്ഥാപനം പണി തുടങ്ങി കഴിഞ്ഞു. ആദരണീയനായ മഹാനായ വ്യക്തിത്വം, അദ്ദേഹം ഒരുപാട് ആശയ രൂപീകരണം നടത്തി. അദ്ദേഹത്തിന്റെ വർഷങ്ങളോളം കടഞ്ഞെടുക്കപ്പെട്ട ഒരു സ്വപ്നമാണ് അല്ലാഹു യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ പോകുന്നത്. ബഹുമാന്യനായ സിംസാറുൽ ഹഖ് ഹുദവിയുടെ നേതൃത്വത്തിൽ ഈ വിനീതനായ ഞാനും അടക്കമുള്ള കുറച്ച് പ്രവർത്തകന്മാർ ഇൻഷാ അല്ലാഹ് ഇതിന്റെ പിന്നിൽ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ ആ സ്ഥാപന സമുച്ചയം നമുക്ക് തുറക്കണം. കാസർഗോഡിന്റെ മക്കൾക്ക് നല്ല ഭാവി, നല്ല ഭാസുരമായ ഭാവി നമുക്ക് പടുത്തുയർത്തണം. കേരളക്കര ചർച്ച ചെയ്യപ്പെടുന്ന, ഉറ്റുനോക്കുന്ന ഒരു സ്ഥാപനമാകണം. ഈ സ്ഥാപനത്തിന്റെ പിന്നിലുള്ള ഈ മഹാനായ വ്യക്തിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്, ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് അടക്കം നമ്മുടെ മക്കൾ ഈ ക്യാമ്പസിൽ വന്നിട്ട് പഠിക്കണം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സർവകലാശാലയായിട്ട് ഇത് പരിണമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എവിടെയാണോ ഒരു പ്രതീക്ഷ ഉള്ളത് അവിടെ അല്ലാഹു ഒരു മാർഗം എളുപ്പാക്കി കൊടുക്കും. ഞാനും ബഹുമാന്യനായ സിംസാറിലെ പൊതുവെ അടക്കമുള്ള ഞങ്ങളൊക്കെ പഠിച്ച ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാം. 3 നാൾ താഴ്ചയുള്ള ഒരു വയലിൽ ബഹുമാനപ്പെട്ട ഒരു നാടനായ ബാപ്പുട്ടിയാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജമ്മാട്ടങ്ങാടിയിൽ മണ്ണിട്ട് നിരപ്പാക്കിയിട്ട് ഒരു ബിൽഡിംഗ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നാട്ടുകാർ പറഞ്ഞു, എന്തേ ബാപ്പുട്ടിയാജി നിങ്ങൾ ഇങ്ങനത്തെ ഏർപ്പാടിനൊക്കെ നിൽക്കുന്നത്? അന്ന് ബാപ്പുട്ടിയാജി പറഞ്ഞു,
ഇവിടെ പഠിക്കുന്ന മക്കൾ ആഫ്രിക്കയിലെത്തണം, ഇവിടെ പഠിക്കുന്ന മക്കൾ യൂറോപ്പിൽ പ്രബോധനം നടത്തണം, ഇവിടെ പഠിക്കുന്ന മക്കൾ GCC രാജ്യങ്ങളിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കണം, ഇവിടെ പഠിക്കുന്ന മക്കൾ കേരളത്തിൽ ഒരുപാട് സ്പേസുകൾ നികത്തണം. ആ ഒരു മനുഷ്യന്റെ ഒറ്റ സ്വപ്നം ഇന്ന് പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. ഞാൻ ഭക്ഷണം കഴിച്ച വീട്ടിലടക്കം ഒരു ഹുദവി പ്രൊഡക്റ്റ്, ദാറുൽ ഹുദ പ്രൊഡക്റ്റ് ഉണ്ട്. മാലിക് ദീനാർ കോളേജിൽ പഠിക്കുന്ന ഏത് വീട്ടിൽ പോയാലും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടാവും. അൽഹംദുലില്ലാഹ്. നമ്മൾ എത്ര എവിടെ എത്തി. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളൊക്കെ എവിടെ കൊണ്ടെത്തിച്ചു. ഒരു കാലത്ത് നമ്മൾ ആരാണ്? ഒരു കാലത്ത് നമ്മൾ ആരാണ്? വൈലോപ്പിള്ളിയുടെ തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. തോട്ടിയുടെ മകൻ എന്നാണ് കഥയുടെ ശീർഷകം. ആ കഥയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇഷ്കുമുത്തു എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ. ആ ഇഷ്കുമുത്തു ഒരു തോട്ടിയാണ്. അവിടെ തോട്ടി എന്ന് തെക്കൻ ഭാഗത്ത് പറയുന്നത് വീട്ടുപണി എടുക്കുന്ന ആൾക്കാർക്കാണ് പറയുന്നത്. വീട് തൊഴുത് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കാണ് തോട്ടി എന്ന് പറയാറുള്ളത്. അപ്പൊ തോട്ടിയുടെ മകൻ എന്നാണ് കഥയുടെ ശീർഷകം. അപ്പൊ ആ പരമ്പരയിൽ വരുന്ന ആളുകൾ മുഴുവൻ അച്ഛന്റെ മകനും തോട്ടിപ്പണി എടുക്കണം, മകന് വീണ്ടും ഒരു മകനുണ്ടായ ആ മകനും തോട്ടിപ്പണി എടുക്കണം. പരമ്പരാഗതമായിട്ട് ഒരു തോട്ടികളാണ്. അപ്പൊ ഈ തോട്ടി സമ്പ്രദായത്തിന് എതിരെയുള്ള കടന്നാക്രമണമായിരുന്നു അന്ന് ചെമ്മീൻ എഴുതി, കയറ് എഴുതി നമ്മളെ മുഴുവൻ അമ്പരപ്പിച്ച തകഴി ശിവശങ്കര പിള്ളയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന കഥയിലെ കഥാപാത്രം. ഇങ്ങനെ ഒരുപാട് കഥകള് നമ്മുടെ നാടിന്റെ മാറ്റങ്ങളായിട്ടുണ്ട്. കാസർഗോഡിന്റെ ഒരു കഥയുണ്ട്, ബിരിയാണി. വായിക്കാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വായിക്കണം. സന്തോഷ് എച്ചിക്കാനം എഴുതിയ കഥയാണ്. എച്ചിക്കാനം കാസർഗോഡ് ജില്ലയിലാണല്ലോ. എച്ചിക്കാനം സ്വദേശിയായ കേരളത്തിന്റെ യുവ കഥാകൃത്ത് എഴുത്തുകാരൻ സന്തോഷ് എച്ചിക്കാനം നമ്മുടെ മലബാറിൽ നമ്മൾ സ്വീകരിച്ചു പോകുന്ന ഒരുപാട് അപ്രമാദിത്യങ്ങൾക്കെതിരെ ശക്തമായി വാളോങ്ങിയ രചനയാണ് ബിരിയാണി. ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റും. ഡിഗ്രിക്ക് പഠിക്കുന്ന, PGക്ക് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവ വിദ്യാർത്ഥികൾ ദയവ് ചെയ്ത് ഈ പുസ്തകം ഒന്ന് വായിക്കണം. നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഇരട്ടക്കുഴൽ തോക്കാണ് സന്തോഷ് എച്ചിക്കാനം കൃത്യമായി ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. കാരണം നമ്മുടെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ, നമ്മുടെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മളെ വിലയിരുത്താൻ കൂടിയുള്ളതാണ്. നമ്മൾ ഇത്തരം സദസ്സുകളിൽ കൂടുന്നതും ഇത്തരം സദസ്സുകളിൽ പിരിയുന്നതും എല്ലാം ഇസ്ലാമികമായി നമ്മൾ സംഗമിക്കുന്നതും വഴിപിരിയുന്നതും ഒക്കെ തന്നെ മറ്റൊരു ലോകത്തെ മുന്നിൽ കണ്ടിട്ടുണ്ട്. പാരത്രിക ലോകത്തെ മോക്ഷം കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുതിയ തലമുറയെ അത് ബോധവൽക്കരിക്കണം. ഈ ലോകം മായ, ക്രീഡ, ലീല, വിലാസങ്ങളുടെ ഒരു കളിപ്പൊയ്കയാണ്. ഇവിടെ അല്ലാണ്ട് ഈ ലോകത്തല്ലാണ്ട് ഇനി കാലം അങ്ങനെ മുന്നോട്ട് പോകുന്തോറും സംവിധാനങ്ങളും കൂടുകയാണ്. ശാസ്ത്രീയ സംവിധാനങ്ങൾ കൂടി, സാങ്കേതിക സംവിധാനങ്ങൾ കൂടി, എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ ഭൗതിക പ്രമത്തതയും പുതിയ ലോകത്ത് വർദ്ധിച്ചു. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറുപോലുള്ളൊരു ജീവിതം, എന്നും അതിന്റെ ലഹരിയിൽ ഇന്നെന്റെ തുണ്ടീരതാമനം മൂളിപ്പറക്കണം എന്ന യുവാവ് സ്വപ്നം കാണുകയാണ്. മദ്യപാനം ഇന്ന് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. ലഹരി വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. പലരുടെയും ഇന്ന് അതൊരു ചർച്ചയേ അല്ല. ഇന്ന് അത്തരം ചർച്ചകൾക്ക് ഒരു പ്രസക്തിയും ഇല്ല. അത്രമേൽ കടന്നു വന്നിരിക്കുകയാണ്. ലോകത്തിന്റെ രാജ്യങ്ങളുടെ വരുമാനങ്ങളിൽ 3-ാം സ്ഥാനം ലഹരിക്കാണ്, മയക്കുമരുന്ന് വസ്തുക്കൾക്കാണ് എന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ കൂടി കസ്റ്റംസുകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളുടെയും വരുമാനത്തിന്റെ ഭാഗമായിട്ട് കൂടി ലഹരി ഒരു അവിഭാജ്യ ഘടകമായി കൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതരം ഒരു പൗരുഷത്തിന്റെ അടയാളമായി നമ്മുടെ കൗമാരക്കാര് കൊണ്ടു നടക്കുന്നു.
ക്യാമ്പസുകളിൽ ലഹരി വിളമാടിക്കൊണ്ടിരിക്കുന്നു. അതിനെ എതിർക്കുന്നവൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അൽ മുഅ്മിനു ഫീഹി മദല്ലു മിനൻ നഖദ്. അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾ പൊട്ട നാണയത്തേക്കാൾ വിലയിടിഞ്ഞവരായിരിക്കും എന്ന് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഅ്മിനിന്റെ കുഴപ്പമല്ല, അത് ആ മുഅ്മിൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 ദിവസം കഴിഞ്ഞ ഇതാ വേൾഡ് വാലന്റൈൻസ് ഡേ വരാൻ പോകും, ഫെബ്രുവരി 14. എന്തിനാ അങ്ങനെ ഒരു ഡേ? ഫെബ്രുവരി 14 ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് എന്തിനാണ്? റോമിലെ വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പ് ക്ലോഡിയസ് രാജാവ് നിയമം കൊണ്ടുവരികയാണ്. സൈന്യം വിവാഹം ചെയ്യാൻ പാടില്ല, സൈനികർക്ക് വിവാഹം പാടില്ല. അവസാനം ക്ലോഡിയസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിനെ എതിർത്തതിന്റെ പേരിൽ ജയിലിലാവുകയും ജയിലറുടെ മകളെ ഇദ്ദേഹം പ്രണയ നൈരാശ്യത്തിൽ വരുതിയിൽ വീഴ്ത്തുകയും അവസാനം അവളെ വിവാഹം ചെയ്യാൻ ഇദ്ദേഹം നിർബന്ധിതനാവുകയും ഇത് ക്ലോഡിയസ് രാജാവ് അറിഞ്ഞ് അവസാനം ഈ പുരോഹിതനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഡേ. ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി 14-നാണ്. അപ്പൊ ലോകരാജ്യങ്ങളിലുള്ള കാമുകന്മാർക്ക് വേണ്ടി ഒരു ദിവസം. എന്നിട്ട് ശ്രീലങ്കയിലെ ഇതിനു വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ പുഷ്പകൃഷി നടത്തുക. ഫെബ്രുവരി 1 വാരത്തിലൊക്കെ ആ പുഷ്പകൃഷി വെട്ടിയെടുത്ത് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് യൂറോപ്പ് രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി വിമാനത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലൊക്കെ കയറ്റി അയച്ച് അത് വലിയ വലിയ ഷോപ്പുകളിൽ എത്തിച്ച് അവിടുന്ന് ആളുകൾ അത് വലിയ മോഹവിലക്ക് വാങ്ങി അത് കൈമാറ്റം നടത്താൻ വേണ്ടി വേൾഡ് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ദിവസം വന്നിട്ട് നമ്മുടെ മഫ്തയിട്ട് പോകുന്ന കുഞ്ഞു മക്കൾ പോലും, കൗമാരക്കാരികളായിരിക്കുന്ന മക്കൾ പോലും ഫെബ്രുവരി 14 കയ്യിൽ എന്തെങ്കിലും കരുതിയിട്ട് ക്യാമ്പസിലേക്ക് പോകുന്ന ഒരു വേദനാജനകമായ സ്ഥിതിവിശേഷം. അവിടെയാണ് അല്ലാഹു സ്നേഹം, അല്ലാഹുവിനോട് കൂട്ടുകാരനെ പരസ്പരം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കാൻ. മൻ അഅ്താലില്ലാഹ് വഅഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅൻകഹ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. പരിശുദ്ധ റബ്ബിന്റെ പൊരുത്തത്തിലായി ആരെങ്കിലും ദാനം നൽകുകയാണ്, പരിശുദ്ധ റബ്ബിന്റെ പൊരുത്തത്തിലായി ആരെങ്കിലും പരസ്പരം ഇഷ്ടപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും കാര്യമായി സംഭാവന നടത്തുക. അല്ലാഹുവിന്റെ ദീനി സംരംഭത്തിനാണ് എന്ന കാര്യം നമ്മളൊക്കെ തന്നെ ഓർക്കുക. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ അടുക്കലേക്ക് പിന്നെ ബക്കറ്റായിട്ട് സംഘാടകർ സമീപിക്കും. എല്ലാവരും നല്ല നിയ്യത്തോടു കൂടെ, നിങ്ങൾ ആരോട് നിയ്യത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഉടേ തമ്പുരാൻ നിങ്ങൾ ഈ സംഭാവന എങ്ങനെയാണ് നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിലല്ല അല്ലാഹുവിന്റെ നോട്ടം, നിങ്ങളുടെ ഖൽബിലേക്കാണ്. എന്താണ് ആളാ കൊടുക്കുന്ന നേരത്തെ മനസ്സിൽ കരുതിയത്? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല നന്മയുടെ നിയ്യത്ത് മനസ്സിലേക്ക് കൊണ്ടുവരും. പഠിച്ചോനെ എൻ്റെ ആഖിബത്ത് നന്നാവണേ അല്ലാഹുവേ, എനിക്ക് ഖൈറായ രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഹലാലായ മാർഗത്തിലൂടെ ആവണേ അല്ലാഹുവേ, എൻ്റെ മക്കൾ സ്വാലിഹീങ്ങളാവണേ അല്ലാഹ്. ഇങ്ങനെ നന്മ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഓർക്കുന്നത് ശുഭകരമാണ്. ദാലിമീങ്ങളൊക്കെ തന്നെ അങ്ങനെ ചില കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ട് ചില നന്മകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നർത്ഥം. നീയത്തിന് പോലും കൂലിയല്ലേ. മഹാനായ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. അദ്ദേഹം ജയിലിലായ സമയത്ത് ജയിലിന്റെ സെല്ലിന്റെ ഉള്ളിലാണ്. എന്നാലും തൊട്ടടുത്തുള്ള നിസ്കാര പള്ളിയിൽ നിന്ന് ബാങ്കുലി ഇങ്ങനെ മിനാരത്തിലൂടെ അന്തരീക്ഷത്തിന്റെ അഷ്ടദിക്കുകളിൽ അലയടിക്കുകയാണ്. ആ നേരത്തെ മഹാനായ ജയിലിന്റെ സെല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹാനായ ബുവൈത്തി റളിയല്ലാഹു അൻഹു ജയിലിന്റെ ഗേറ്റിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നിസ്കരിക്കാൻ പോവാണെന്ന് പറഞ്ഞാണ്ട് നേരെ ഇറങ്ങി വരും. അപ്പൊ വാർഡൻ തടയും, ജയിൽ വാർഡൻ തടയും.
ജയിലറായിട്ട് ജയിലിൽ കഴിയുന്ന ആൾക്ക് എങ്ങനെ പുറത്തു പോകാൻ പറ്റും? അതുകൊണ്ട് പോകണം, അവിടത്തേക്ക് തന്നെ പോകണം. അപ്പൊ ഈ മനുഷ്യൻ തിരിച്ചു പോരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നിസ്കാരത്തിലേക്ക് വാ എന്നുള്ള നിന്റെ പള്ളിയിൽ നിന്നുള്ള വിളി കേട്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് കൂലി തരാതിരിക്കരുത്. അങ്ങനെ കൂലി ചോദിച്ചു വാങ്ങിയ കുറച്ച് മനുഷ്യന്മാരുടെ കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളോട് കാണിക്കുന്ന ഉദാര സമീപനം നമ്മൾ നോക്കണം. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു പാവപ്പെട്ട മനുഷ്യന് സദക്ക കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് 10 റുപ്യ പോക്കറ്റിൽ ഇട്ടിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി. അങ്ങനെ ഒരാൾ കണ്ടില്ല, കൊടുക്കാൻ യോഗ്യനായ ഒരാളും ആ നാട്ടിൽ കണ്ടില്ല. അയാള് സന്ധ്യാനേരം വീട്ടിലേക്ക് തന്നെ 10 രൂപയുമായി തിരിച്ചു വരികയായി. എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ പരിശുദ്ധ റബ്ബിന്റെ മാർഗ്ഗത്തിൽ അവിടെ എഴുതി വെച്ചു, ഇയാള് 10 രൂപ സംഭാവന ചെയ്തു കഴിഞ്ഞു തമ്പുരാനേ. ഇനി സംഗതി വശാൽ അയാൾ 10 രൂപയായിട്ട് ഇറങ്ങി, ഒരാളെ കണ്ടു, അയാൾക്ക് കൊടുക്കും ചെയ്തു. എന്നാൽ 10 ഹസനത്താണ് ഈ കൂലി. 10 പെരുക്കണം 10, 100 രൂപ സംഭാവന ചെയ്ത കൂലി അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ്. എന്നാൽ ഏതെങ്കിലും ഒരു അടിമ തെറ്റ് ചെയ്യണം എന്ന് കരുതി ഇന്ന് ഒരു ലോട്ടറി എടുക്കണം എന്ന് അയാൾ കരുതുകയാണ്, അത് ഹറാമാണ്. അങ്ങനെ കാസർഗോഡ് അങ്ങാടിയിലേക്ക് ലോട്ടറി എടുക്കാൻ വേണ്ടി ആള് പോവുകയായി. സംഗതി വശാൽ അയാൾ ഉദ്ദേശിച്ച ലോട്ടറിയുടെ കട അന്ന് തുറന്നിട്ടില്ല. അയാൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. എന്നാൽ ഒരു തെറ്റ് കരുതിയതിന്റെ പേരിൽ ഒരു തെറ്റ് ചെയ്തതായ പാപം അല്ലാഹു അവന്റെ മേലിൽ എഴുതി വെച്ചിട്ടില്ല. കാസർഗോഡ് അങ്ങാടിയിൽ പിറ്റേ ദിവസം പോയി അവനൊരു ലോട്ടറി എടുക്കുക തന്നെ ചെയ്താൽ ഒരു ലോട്ടറി എടുത്തതിന്റെ കുറ്റം മാത്രമാണ് എഴുതി വെച്ചത്, അല്ലാതെ 10 ലോട്ടറി എടുത്തതിന്റെ കുറ്റം അല്ലാഹു എഴുതി വെച്ചിട്ടും ഇല്ല. നന്മയുടെ വിഷയത്തിൽ 10, തിന്മയുടെ വിഷയത്തിൽ 1. ദുനിയാവിലേക്ക് ഒരു അടിമയെ അല്ലാഹു നന്മയും തിന്മയും വേർതിരിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞേക്കുമ്പോ പോലും നമ്മളോട് അല്ലാഹു കാണിക്കുന്ന സമീപനം തിന്മയുടെ വിഷയത്തിൽ 1, നന്മയുടെ വിഷയത്തിൽ മറ്റൊന്ന്. എന്തുകൊണ്ട്? എന്റെ അടിമ അങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ആ അടിമയോടാണ് അല്ലാഹു അൽ മുതഹാബൂന ഫീ ജലാലി, എന്റെ വിഷയത്തിൽ എന്റെ പൊരുത്തത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? വേൾഡ് വാലന്റൈൻസ് ഡേ വരികയാണല്ലോ. എന്റെ പൊരുത്തത്തിലായി പരസ്പരം ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? എന്നാൽ ലഹും മനാബിറും മിൻ നൂർ, അവർക്ക് നാളെ സ്വർഗ്ഗത്തിൽ സ്വർണത്തിന്റെ മനോഹരമായ ഈ പ്രകാശത്തിന്റെ മിമ്പറുകൾ, സ്റ്റേജുകൾ ഒരുക്കി കൊടുക്കുന്നതാണ്. അത് കിട്ടണം എന്ന് നബിമാരും ശുഹദാക്കളും വരെ ആഗ്രഹിക്കും. അത്രയും വലിയ സ്ഥാനം കൊടുക്കും. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ 2 സുഹൃത്തുക്കൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ അവന്റെ സുഹൃത്തിനോട് ഏറ്റവും ഇഷ്ടമുള്ളവനാണ്. ആ ഇഷ്ടത്തെ ഇസ്ലാം ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. 2 സുഹൃത്തുക്കൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഇഷ്ടപ്പെട്ടു, പരിശുദ്ധ റബ്ബിന്റെ പൊരുത്തത്തിലായി ഒരുമിച്ച് പിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവർ വേർപിരിയുകയാണ്. അവർക്ക് നാളെ അല്ലാഹു കൊടുക്കുന്നത് അർശിന്റെ തണലാണ്. ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, അല്ലാഹുമ്മ റസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ യൻഫഉനി ഹുബ്ബുഹു ഇൻദക. അല്ലാഹുവേ, നിന്നോടുള്ള പ്രേമം എനിക്ക് നീ തരണേ തമ്പുരാനെ, അതിന്റെ കൂടെ എനിക്ക് ഒരാളോടുള്ള ഇഷ്ടം തരണേ. അയാളെ ഇഷ്ടപ്പെട്ടാൽ നിന്റെ മാർഗ്ഗത്തിൽ എനിക്കത് ഉപകാരപ്പെടും. അങ്ങനെയുള്ള മനുഷ്യന്മാരോടുള്ള ഇഷ്ടം എനിക്ക് തരണേ. ഇങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നാണ് മഹാനായ ദാവൂദ് നബി ദുആ ചെയ്തു, റബ്ബി ഇന്നി അസ്അലുക ഹുബ്ബക മൻ യുഹിബ്ബു മൻ യുഹിബ്ബുക വറബ്ബി ജ്അൽ ഹുബ്ബക അഹബ്ബു ഇലയ്യ മിൻ നഫ്സി വഅഹ്ലി. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹം നീ എനിക്ക് നൽകണേ, അതിന്റെ കൂടെ തന്നെ നിന്റെ മാർഗ്ഗത്തിൽ ഉപകാരപ്പെടുന്നവരോടുള്ള സ്നേഹം നീ എനിക്ക് നൽകണേ തമ്പുരാനേ. ഒരാളെ ശരിക്ക് fall in love എന്ന് പറയില്ലേ, മഹതിയായ ഖദീജ ബീവി റസൂലുള്ളാഹിനെ പ്രണയിച്ച ഒരു പ്രണയമുണ്ട്. അത് വേൾഡ് വാലന്റൈൻസ് ഡേക്ക് ഭാര്യ ഭർത്താക്കന്മാരൊന്ന് ചർച്ച ചെയ്യണത് നല്ലതാണ്. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്ന ഒരു പ്യുവർ ലവ്,
വഹയിന്റെ ഭാരം പേറിയിട്ട് ഒരു ബാപ്പള ഒരു ഭർത്താവ് ഇങ്ങനെ ജമ്മിൽനിയ ഖദീജ, എന്റെ ഖദീജോ എന്നൊന്ന് പുതപ്പ് മൂടിത്താന്ന് പറഞ്ഞാണ്ട് വരുമ്പോ ഒരു ഭാര്യ മടിത്തട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കുകയാണ്, പൂമെത്ത പോലെ. അതിലേക്ക് പ്രിയതമനാകുന്ന ഭർത്താവിന്റെ തല ചായച്ചു വെക്കുകയാണ്. എന്നിട്ട് ആ തലന്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു ഭാര്യ പറയാണ്, ഇന്നക ലതസിലുർ റഹ്മ, ഭർത്താവേ നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, ഭർത്താവേ അങ്ങ് പ്രയാസങ്ങളെ സഹിക്കുന്ന ആളാണ്. ഇല്ലാത്തവർക്ക് വെച്ചു നീട്ടുന്ന മനുഷ്യനാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന മനുഷ്യനാണ്. ഏതൊരാളാണോ കഷ്ടപ്പെടുന്നത്, ആരോരും അറിയാതെ അയാളുടെ കഷ്ടപ്പാടുകളെ കണ്ടറിയുന്ന മനുഷ്യനാണ്. അത് മറ്റൊരാളോട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് അല്ലാഹു ഒരിക്കലും അങ്ങയെ വെറുതെയാക്കൂല നബിയേ. എന്നിട്ട് പരിശുദ്ധ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നി ഉഹിബ്ബുക കൈഫമാ കുൻത. പരിശുദ്ധ റസൂലേ, ഐ ലവ് യു ആസ് യു ആർ. ഐ ലവ് യു ആസ് യു ആർ. അങ്ങ് എങ്ങനെയാണെങ്കിലും അങ്ങയെ ഇഷ്ടപ്പെടാൻ ഞാൻ സന്നദ്ധയാണ്. ഇന്നിപ്പോ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര ആവിഷ്കാരം കേരളത്തിൽ ഇറങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങള്, സെമിനാറുകള്, സിമ്പോസിയം, എന്തിന്റെ പേരിൽ? മഹത്തായ ഇന്ത്യൻ അടുക്കളയുടെ പേരൊക്കെ കേട്ടാൽ ഇത് വലിയ എന്തോ ഒരു പ്രബന്ധമാണ് എന്ന് വിചാരിച്ചു. മഹത്തായ ഇന്ത്യൻ അടുക്കള അല്ലെ? ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ആവിഷ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ മലബാറിലെ പെണ്ണ് കല്യാണത്തോടുകൂടെ അടിമയാണ് എന്നുള്ള ചർച്ചയാണ് കടന്നു വരുന്നത്. മലബാറിലെ മാത്രമല്ല, ഭാരതീയരായിരിക്കുന്ന സ്ത്രീകൾ മൊത്തം, അല്ലെങ്കിൽ കേരളത്തിലെ പെണ്ണുങ്ങന്മാരോടുള്ള സങ്കല്പം എന്ന് പറയുന്നത് അവൾ അടിമപ്പണി എടുക്കേണ്ടവളാണ്, അവൾ കൂലിവേള എടുക്കേണ്ടവളാണ്. പണ്ട് മുറിഞ്ഞ ഞരമ്പുകൾ എന്ന് പറഞ്ഞാണ്ട്, ഓർമ്മയുടെ ഞരമ്പുകൾ എന്ന് പറഞ്ഞാണ്ട് ഒരു കഥ +2 പഠിച്ചത് ഓർക്കുന്നുണ്ടാവും നമ്മളെ കുട്ടികളൊക്കെ. അതിലിങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും ഡൽഹിക്ക് ടൂർ പോണതിനെ പറ്റിയിട്ടുള്ള ചർച്ച എടുക്കാൻ. ഞാൻ എന്തിനാ ഇവിടെ പറയുന്നത്? ഭാര്യയും ഭർത്താവും ഖദീജയും പരിശുദ്ധ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹാ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച ഒരു കൂട്ടുജീവിതമുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. അതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഈ ചലച്ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചാ വിധേയമാക്കപ്പെടണം. ആരായിരുന്നു ആ ഭർത്താവ്? അപ്പൊ ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഈ ഒരു ചലച്ചിത്രത്തിൽ കൂടെ മലയാളിയുടെ മുമ്പിൽ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകള് വരുത്തി തീർക്കുന്നത് പെണ്ണൊരടിമയാണ്, പെണ്ണടിമവേല ചെയ്യേണ്ടവളാണ്. ഇങ്ങനെ ഒരു ദുരവസ്ഥ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ ആ കുടുംബമാണ് അതിന്റെ പാപഭാരം, ശമ്പളം, പാപത്തിന്റെ ശമ്പളം വഹിക്കേണ്ട ആളുകള്. ഇസ്ലാമികമായിട്ട് അങ്ങനെ പെണ്ണടിമവൽക്കരിക്കപ്പെടേണ്ട ഒരു വ്യവസ്ഥിതിയുടെ കുത്തുപാള എടുക്കേണ്ട ഒരു കഥാപാത്രമൊന്നുമല്ല. അപ്പൊ ഓർമ്മയുടെ ഞരമ്പുകൾ എന്ന് പറയുന്ന കഥയിൽ ഇങ്ങനെ ചർച്ച നടക്കാണ്. വീട്ടില് ഡൽഹിക്ക് ടൂർ പോകണം, എല്ലാ കുട്ടികളും മക്കളും ടൂർ പോവാണ്. ഇങ്ങനെ ഭയങ്കര പൊരിഞ്ഞ ചർച്ച ഡൈനിങ് ഹാളിൽ വെച്ച് നടക്കാൻ. ആ ഡൈനിങ് ഹാൾക്ക് വരാൻ സമ്മതമില്ലാത്തൊരു ജന്മമുണ്ട് അവിടെ അടുക്കളയിൽ. ആ അടുക്കളയുടെ തിരി കാക്കുന്നത് ഈ ജന്മമാണ്, ഒരു കരി പിടിച്ച യന്ത്രം. അതാണ് അമ്മ. അമ്മക്ക് ഇതിലൊന്നും പങ്കെടുക്കാനുള്ള സാവകാശവും സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പൊ മക്കൾ ഇങ്ങനെ ഡൽഹിക്ക് ടൂർ പോണതിനെ പറ്റി പറയാൻ. അപ്പൊ ഏതോ ഒരു പേരക്കുട്ടി എണീറ്റ് എന്താണ്ട് ചോദിച്ചു, അല്ല അമ്മച്ചിനെ കൊണ്ടോണ്ടേ? അപ്പൊ ബാക്കി എല്ലാവരും ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ജനറൽ ബോഡി പാസ്സാക്കി അമ്മച്ചി പോരാൻ പാടില്ല. മരിച്ചു കിടക്കുന്ന അച്ഛന്റെ അസ്ഥിതറയിൽ പിന്നെ ആരാണ് ഭദ്രദീപം കൊളുത്തുക? ആരാണ് പശുത്തൊഴുത്തിൽ പോയിട്ട് പശുവിനെ വൃത്തിയാക്കുക? കുലസ്ത്രീ എന്ന് പറഞ്ഞാണ്ട് പെണ്ണിനെ ഉന്നതാക്കുന്ന ആൾക്കാര് എന്തേ പെണ്ണ് അടുക്കളയുടെ 4 കെട്ടിന്റെ അകത്ത് തളച്ചിടേണ്ടവളാണ് എന്ന് പറയുന്നു എന്ന് ഈ ഓർമ്മയുടെ ഞരമ്പുകൾ എന്ന് പറയുന്ന കഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ പിന്നൊരു കഥ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ, അന്നത്തെ മാധവിക്കുട്ടിയായിരുന്ന പിൽക്കാലത്തെ കമലാസുരയ്യയുടെ കോലാട്. ഇതേ കഥാപാത്രം. ഒരു ഉമ്മ മകനോട് പറയാണ്, +1 പഠിക്കുന്ന മോനോട് പറയാണ്, മോനെ നിന്റെ സ്കൂളിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്, പേരൻസിന്റെ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച ഞാൻ വരും. +1 പഠിക്കുന്ന മോന് പറയാണ്, അമ്മ ഒരിക്കലും വരാൻ പാടില്ല. എന്തേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ സ്കൂളിലെ കുട്ടികളുടെ പേരൻസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ്.
അവരൊക്കെ വലിയ ആഭിജാത്യവും പവറും പ്രാമാണിത്വമുള്ള ആൾക്കാരാണ്. അമ്മന്റെ കൈയൊക്കെ വീട്ടിലെ അടുക്കളയിൽ പണിയെടുത്തിട്ട് വരയും കുറിയും തഴമ്പും വീണിട്ടുണ്ട്. അമ്മ ഒരു കോലാടിനെ പോലെയാണ് എന്ന് അവസാനം കുട്ടി പറയാൻ. 43-ാമത്തെ വയസ്സിൽ വീട്ടിലെ പ്രാരാബ്ദമൊക്കെ ഏറ്റുവാങ്ങി ഒടിഞ്ഞു തൂങ്ങിയ ഒരു മാംസപിണ്ഡമായി മാറി സൗന്ദര്യം നഷ്ടപ്പെട്ട പണ്ട് ചെങ്ങമ്പുഴ പറഞ്ഞ മാതിരി കാലം പോയി രംഗം മാറി ഭംഗം വന്നു ഭാഗ്യത്തിൽ കൊടിയവ സൂര്യലുഗ്രവിരൂപിത കോമരമാടി നിന്നുടലേ കോമളരൂപിണി ശാലിനി നീ ഒരു കോലം കെട്ടിയ മട്ടായി മുകിലൊളി മാഞ്ഞു മുടികൾ പൊളിഞ്ഞു മുഖമതി വികൃത കലാവൃതമായി എന്ന് പണ്ട് ചെങ്ങമ്പുഴ പാടിയ ആ ഓർമ്മയാണ് ഇപ്പൊ വരുന്നത്. അവസാനം അമ്മ മകനോട് ഇങ്ങനെ പറയാം. ഇതില് മാധവിക്കുട്ടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് കഥയുടെ അവസാനം. ഇതെല്ലാം കേട്ട് തളർന്ന് വീണ്ടും കാലങ്ങൾ കഴിഞ്ഞു. അവസാനം യന്ത്രം പണിമുടക്കി എന്നാ പറയുന്നത്. അടുക്കളയിൽ യന്ത്രം പണിമുടക്കി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഉമ്മാക്ക് അസുഖമായി. അങ്ങനെ അമ്മയെ വീൽ ചെയറിൽ അച്ഛനും മക്കളെല്ലാരും കൂടി ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുപോകേണ്ട രംഗുണ്ട് കഥയിൽ. ഹോസ്പിറ്റലിന്റെ റൂമിലേക്ക് ഇങ്ങോട്ട് എത്താൻ നേരത്തെ അൽഷിമേഴ്സ് പോലെ അൺകോൺഷ്യസ് ആയിട്ട് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴാൻ പോകുന്ന അമ്മ അവസാനം ഉച്ചരിക്കുന്ന ഒരു വാക്കുണ്ട് കഥയില്, മോളെ അടുപ്പത്തുനിന്ന് ചട്ടി എടുത്തു വെക്കണട്ടോ, നമ്മളെ പരിപ്പ് കരിഞ്ഞു പോകുന്നു. അങ്ങനെ കഥ അവസാനിക്കണം. അപ്പോഴും ആ ഒരു പെണ്ണൊരുത്തിയുടെ ഏറ്റവും അവസാനത്തെയും ആദ്യത്തെയും നീയത്ത് അടുക്കളയിലെ പരിപ്പാണ്. ഇത് പറഞ്ഞിട്ട് വലിയ ചർച്ച അന്ന് നടന്നിരുന്നു. എന്നാലേ പരിശുദ്ധ മതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു വെപ്പില്ല. ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവിനെ പറ്റി പറഞ്ഞത് ഈ ആളുകൾക്ക് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖുമ്മു ബൈതഹു, പരിശുദ്ധ റസൂൽ എന്റെ കൂടെ തന്നെ ഒഴിവുണ്ടെങ്കിൽ വീട് അടിച്ചു വൃത്തിയാക്കുമായിരുന്നു. വയഹ്ലുബു ശാതഹു, ഒഴിവ് കിട്ടുമ്പോൾ പരിശുദ്ധ റസൂൽ അവിടുന്ന് ഒരു കാലിപാത്രം കൊണ്ടുപോയി ആടിനെ കെട്ടിയിട്ട് ആലയിൽ പോയി ആടിന്റെ അകിട് ശരിക്ക് കഴുകി വൃത്തിയാക്കി തന്റെ കൈ കൊണ്ട് തന്നെ ആടിന്റെ പാല് കറന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഞങ്ങള് ഭാര്യന്മാരുടെ കൂടെ ഓട്ട മത്സരവും നടത്താറുണ്ടായിരുന്നു. ഹബീബ് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാലന്റൈൻ ഡേന്റെ പശ്ചാത്തലത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ ഹബീബിനെയാണ്. ഹുബ്ബിബ ഇലയ്യ അത്വീബു വന്നിസാ വഖുറത്തു ഐനി ഫിസ്സലാ. മുഹമ്മദിന് ഏറ്റവും ഇഷ്ടം ഒന്ന് സുഗന്ധമാണ്, ഒന്ന് സ്വാലിഹായ സ്ത്രീയെയാണ്. ആ ഹദീസിനെ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചില്ലേ? അന്നിസാ, പെണ്ണിനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞപ്പോ ഓറിയന്റലിസ്റ്റുകൾ ഈ ഹദീസിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചില്ലേ? എന്നാൽ പരിശുദ്ധ റസൂൽ സ്ത്രീയെ കണ്ടത് എങ്ങനെയാണ്? അൽ ജന്നത്തു തഹത ഖദാമിൽ ഉമ്മഹാത്ത്. പരിശുദ്ധ റസൂൽ സ്ത്രീയെ കണ്ടത് എങ്ങനെയാണ്? സവ്വൂ ബൈന ഔലാദികും ഫിൽ അഖിയ. നിങ്ങളുടെ വളർന്നു വരുന്ന പെൺമക്കളെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. വീട്ടിൽ നിങ്ങൾ ഒരു പലഹാരം കൊണ്ടുപോയി കൊടുക്കാൻ, ഫൈൻ കുന്തു ഫളൽതു അഹദൻ ലഫളൽതുൽ ബനാത്. ആൺകുട്ടിയുണ്ട് നിങ്ങളെ മുമ്പിൽ, പെൺകുട്ടിയുണ്ട്. നിങ്ങൾക്ക് തോന്നാണ് കുറച്ചുകൂടി പ്രാധാന്യത്തോടുകൂടെ ഒരു കുട്ടിക്ക് കൊടുക്കണം, എന്നാൽ അത് പെൺകുട്ടിക്കാവണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മൂത്തതായാലും വേണ്ടില്ല, ഇളയതായാലും വേണ്ടില്ല, കുറച്ചുകൂടി പരിഗണന എനിക്ക് കൊടുക്കണം എന്ന് ഒന്നുക്ക് നിങ്ങൾ സെയിം ആയിട്ട് കൊടുക്കുക. ഇനി ഒരാൾക്ക് ഫളീലത്ത് കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. എങ്കിൽ ഞാൻ പറയും പെൺകുട്ടികൾക്ക് പരിഗണിക്ക്, പെൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കുക. ആ മതാണ് ഇസ്ലാം. കല്യാണത്തോടുകൂടെ ഒരു പെണ്ണ് പാരതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾക്കിടയിൽ ബന്ധിതയാവുകയല്ല. അവൾ ആസ്വദിക്കുകയാണ്, ലോകത്തെ കാണുകയാണ്. ഭാര്യയും ഭർത്താവും ഒറ്റക്കൊരു റൂമിൽ ഇരിക്കുന്ന സന്ദർഭം ഒരാള് മറ്റൊരാളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. വാലന്റൈൻ ഡേന്റെ പശ്ചാത്തലത്തിൽ കൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഹദീസാണ്. എന്താണ് പരിശുദ്ധ റസൂൽ പറഞ്ഞത്? എത്ര വർഷമായിക്കോട്ടെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അതൊരു പ്രശ്നമേ അല്ല. ഇദാ നദറ ഇലൈഹാ, ഭാര്യയുടെ കണ്ണിലേക്ക് ഭർത്താവ് വന്ന് നോക്കി ഉടനെ തന്നെ
നളറത് ഇലൈഹി, ഇവന്റെ കണ്ണിലേക്ക് ഇവളും നോക്കി. എന്നാൽ പരിശുദ്ധ റസൂൽ പറഞ്ഞു നളറല്ലാഹു ഇലൈഹി മാ നളറത റഹ്മ, രണ്ടുപേരെയും നോക്കാൻ മൂന്നാമനൊരുത്തൻ ആ ബെഡ്റൂമിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് അല്ലാഹു സർവനാഥനായ തമ്പുരാനാണ്. അത് റഹ്മത്തിന്റെ നോട്ടമാകുന്ന നോട്ടമാണ്. അത് സാധാരണ നോട്ടമല്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടാൻ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ പോലും ചിലപ്പോൾ കിട്ടൂല. പടച്ചോന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അവിടെയാ പറയണത് ഭാര്യ ഭർത്താവിന്റെ കണ്ണിലേക്കും ഭർത്താവ് ഭാര്യയുടെ കണ്ണിലേക്കും ഒന്ന് നിർനിമേഷരായിട്ട് നോക്കി നിന്നാൽ നദറല്ലാഹു ഇലൈഹി മാ നദറത റഹ്മ. ഈ നോട്ടത്തിന് കൂലിയുണ്ട്. ഇത് ഹലാലായ നോട്ടാണ്, ഇത് സുന്നത്തായ നോട്ടാണ്. വിഹിതമല്ല, ഇത് വിഹിതമാണ്. വിഹിതം മാത്രം. കഴിഞ്ഞില്ല, ഹദീസ് തീർന്നില്ല. ഭാര്യയുടെ വിരലുകൾക്കിടയിലൂടെ ഭർത്താവ് തന്റെ കയ്യിന്റെ വിരലുകളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ദോഷങ്ങൾ ഇങ്ങനെ ഉതിർന്ന് വീഴുന്നതാണ്. അവർ രണ്ടുപേരുടെയും വിരലുകൾക്കിടയിലൂടെ ഉതിർന്നു വീണു പോകുന്നതാണ്. ജീവിതകാലത്ത് നമ്മൾ ചെയ്തു പോയ ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റ ഉപായം ചെയ്താൽ മതി. നല്ല മനസ്സോടുകൂടെ ഭാര്യയും ഭർത്താവും ഒന്ന് കയ്യോട് ചേർത്ത് പിടിച്ചാൽ മതി. നമ്മളിങ്ങനെ ആരെയും ഉസ്താദ് ഇതേറെ നല്ല ഇസ്തിഗ്ഫാർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലല്ലേ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകും. ഇവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. അവിടെയാണ് ഖദീജ ബീബി പറഞ്ഞ വാക്കിന്റെ കുട്ടൻസ്, ഇന്നി ഉഹിബ്ബുക കൈഫമാ കുൻത. നാളെ വാലന്റൈൻ ഡേ വരും, മറ്റന്നാൾ വാലന്റൈൻ ഡേ വരും. നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, കണ്ണ് മഞ്ഞളിക്കുന്ന ലോകമാണ് കുഞ്ഞേ, അതുകൊണ്ട് വഴുതാതെ സൂക്ഷിക്കണം, കണ്ണ് തെറ്റാതെ സൂക്ഷിക്കണം എന്ന് കുഞ്ഞിനെ ബോധവൽക്കരിക്കേണ്ട കാലാണിത്. ആണും പെണ്ണുമായി നമ്മുടെ മക്കളെ നല്ല കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നോക്ക് നിങ്ങൾ, നമുക്ക് ഭൗതികം പഠിക്കാൻ സ്ഥാപനങ്ങളില്ലായിട്ടല്ല, ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. പാലയിൽ പോയാല് നിങ്ങളെ കുട്ടി ശരിക്ക് നല്ല മെറിറ്റോറിയസ് ആണോ, നിങ്ങളെ കുട്ടി ശരിക്ക് കടഞ്ഞെടുത്ത റാങ്ക് ഹോൾഡർ ആയിട്ട് ചിലപ്പോ വന്നേക്കാം. പക്ഷേ നമ്മൾ പോകുമ്പോ പറഞ്ഞേക്കുമ്പോഴുള്ള നമ്മളെ കുട്ടീനെല്ലാം തിരിച്ചു കിട്ടുമ്പോ നമ്മളെ കയ്യിലേക്ക് കിട്ടുക കൾച്ചർ മാറിയിട്ടുണ്ടാകും, കൾച്ചറൽ ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടാകും. നിസ്കാരം അത്ര നിർബന്ധമില്ല എന്നുള്ള കൺസെപ്റ്റിലേക്ക് ആൾ എത്തിയിട്ടുണ്ടാകും. എത്തിസിസത്തിലേക്ക് ആൾ ചിലപ്പോ പോയിട്ടുണ്ടാകും. പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾക്കൊന്നും അത്ര പ്രാധാന്യമില്ല. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മുടെ മോൾ പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് സെക്യൂർ ക്യാമ്പസ്. നമ്മളെ കുട്ടിയുടെ പ്യൂരിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. എന്നാൽ അവൾക്ക് മെഡിക്കൽ സയൻസ് പഠിക്കണം, എന്നാൽ അവൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണം, എന്നാൽ അവൾക്ക് സിവിൽ സർവീസ് പാസ്സാവണം. അതിനാണ് ഇൻഷാ അല്ലാഹ് കുടിയയിൽ ഉയരുന്ന ക്യാമ്പസ് പ്രധാന പരിഗണന കൊടുക്കുന്നത്. ആ കാര്യത്തിന് മതമുള്ള ഭൗതിക ഉദ്യോഗസ്ഥർ, മതം പഠിച്ച ഭൗതിക ഉദ്യോഗസ്ഥർ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ സ്വപ്നത്തെ വിജയിപ്പിക്കുമാറാവട്ടെ. ഒരുപാട് മെറിറ്റോറിയസ് ആയ കുട്ടികളുണ്ട്. നിങ്ങൾ നോക്ക്, വലിയ വലിയ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നമ്മുടെ മക്കളൊക്കെ എവിടേക്ക് എത്തിപ്പോ. ഇനി അവരുടെ മെറിറ്റ് കണ്ടറിഞ്ഞ് അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കൃത്യമായ ധാരണകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഇനി ഉദ്യോഗ തലങ്ങളിലാണ് ചേഞ്ചുകൾ ഉണ്ടാക്കാൻ കഴിയുക. പിജിയും ഡിഗ്രിയും ഒക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഗൾഫിൽ കഫ്റ്റീരിയയിൽ പോയിട്ട് ജ്യൂസ് മേക്കർ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ മക്കളെ തിരിച്ചു വിളിച്ചിട്ട് there is another space എന്നാ കുട്ടികളോട് പറയാൻ നമുക്ക് കഴിയണം. വിദ്യാഭ്യാസത്തിലൂടെ മാറ്റമുണ്ടാകട്ടെ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. പണ്ട് പൂന്താനം നമ്പൂതിരി പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയേണ്ടത് ഉദ്യോഗ തലങ്ങളിലാണ്. പ്രത്യേകിച്ച് ഇനി നമ്മൾ യുനാനിമസ് ആയി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുപോലെ ചിന്തിക്കേണ്ട സമയം. കർഷക സമരം കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കൗമിന്റെ നേതൃത്വത്തിലാണ് കർഷക സമരം നടക്കുന്നതെന്ന് നമ്മളൊന്ന് സപ്പോസ് ചെയ്ത് നോക്കി. പക്ഷേ ആ പഞ്ചാബിലുള്ള സിഖുകാരുടെ യൂണിറ്റി ഞാൻ കുറ്റപ്പെടുത്തില്ല. നമ്മളെ സത്തബോധത്തോടുകൂടെ ആത്മവിചിന്തനത്തിന് വിധേയമാക്കുകയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച്, ലക്ഷോപലക്ഷം കർഷകന്മാരെ
ഒരു കർഷക നേതാവ് നിയന്ത്രിക്കാൻ 70 ചില്ലാനം കർഷക സംഘടനകളുണ്ട്. ഇത്ര സംഘടനകളെ ഡൽഹിയിലെ ഫരീദാബാദിലും മേവാത്തിലും യുപിയിലെ അതിർത്തിയിലും ട്രാക്ടറിൽ ടെന്റ് കെട്ടി ജീവിക്കുന്ന ജന്മങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഒരു സമരമുറയിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതാണ് യൂണിറ്റി, അതാണ് നിലപാട്, കൃത്യമായ പ്രൊപ്പഗണ്ട. ഇന്ത്യ രാജ്യത്തെ എല്ലാ വെപ്പൺസും കയ്യിലുണ്ടല്ലോ, ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാ വെപ്പൺസും കയ്യിലുണ്ടല്ലോ. എന്തേ ഒന്ന് പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോഴാണ് ട്വിറ്ററിൽ ട്വീറ്റ് വന്നത്. അന്താരാഷ്ട്ര സെലിബ്രിറ്റികൾ ഈ കാര്യം ഏറ്റെടുത്തു. ഒരു കർഷകന്റെ സമരം. ആ കൂട്ടത്തിലുള്ള പാഴ്ചേറിൽ അമർന്നു പോയ ഒരു സാധാരണ കർഷകൻ പറഞ്ഞ വാക്ക് പോലും വൈറലായി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അങ്ങ് ഡിജിറ്റലൈസേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും, അങ്ങ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയും, ഒക്കെ ശരിയാണ്. പക്ഷെ എന്റെയും നിങ്ങളുടെയും രാവിലത്തെ ഒരു നേരത്തെ അരച്ചാണ് വയറ് നിറയണമെങ്കിൽ അതിനാവശ്യമായ റൊട്ടിയും പൊറാട്ടയും ഒരിക്കലും ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അത് രാജ്യത്തിന്റെ വയലിൽ നിന്ന് തന്നെ കൃഷി ചെയ്തെടുക്കണം എന്നാണ് ആ കർഷകൻ പറഞ്ഞത്. അതൊരു നിലപാടായിരുന്നു. വ്യവസ്ഥാപിതമായ പ്രബുദ്ധതയോടുകൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. 11 മണിയിലേക്ക് അടുത്തു. ഇൻഷാ അല്ലാഹ് നമുക്ക് പെർമിഷൻ 11 മണിയോടുകൂടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും എല്ലാം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പിരിയുമ്പോഴും മാക്സിമം ഓവർ ദിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കോവിഡ് പ്രോട്ടോകോളിനെ പാലിക്കാൻ പറഞ്ഞ രീതിയിൽ പാലിച്ചിട്ടൊക്കെ തന്നെ വേണം പിരിഞ്ഞു പോകാനും എന്ന കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഹലാലായ മുറാദുകളെ എല്ലാം ഹാസുലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബൂൽ ആ മുറാദുകളെ അല്ലാഹു ഹാസുലാക്കി കൊടുക്കുമാറാകട്ടെ. വിഷമങ്ങളെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവർക്കൊക്കെ മോചനം നൽകുമാറാകട്ടെ. ഫോർട്ട്ലാൻഡിന്റെ ഓണർ ഉടമണ്ട് റസാഖ് സാഹിബ്, പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ ആര് വന്നു കഴിഞ്ഞാലും റെസ്റ്റ് എടുക്കാനും അക്കോമഡേറ്റ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു തുറന്ന മനസ്സോടുകൂടെ അദ്ദേഹം റൂം തുറന്നു കൊടുത്ത് വളരെ സജീവമായി നമ്മുടെ ഇത്തരം ദീനീ സംവിധാനങ്ങളോടൊക്കെ സഹകരണം ഉറപ്പുവരുത്തുന്ന ഒരു മഹാവ്യക്തിത്വമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ വ്യാപാരങ്ങളിൽ ഉന്നതിയും ഉത്തരോത്തരം പുരോഗതിയും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. നമുക്ക് ദുആ ചെയ്ത് നമ്മുടെ പരിപാടിയോട് അവസാനിപ്പിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا وقض حوائجنا واشف أمراضنا وبلغ آمالنا وصحح أجسامنا وامح ما كان منا من سيئاتنا وتقبل حسناتنا وكن معنا حيث كنا ولا تكن علينا يا رب العالمين. اللهم هذا الدعاء ومنك الإجابة وعليك التكلان وعلينا البلاء ولا حول ولا قوة إلا بك يا ذا الجلال والإكرام. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ ദീനിന്റെ സദസ്സിൽ നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തിയ നിഷ്കളങ്കമായ ഞങ്ങളുടെ കൈകളെയും മനസ്സുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ വിഷമങ്ങളെ ദൂരീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അത്തായിബുൽ മുദ്രിബ്, ദോഷം ചെയ്ത ഒരു തൗബ ചെയ്യുന്ന മനുഷ്യനാണ് അല്ലാഹുവേ. ഞങ്ങളെല്ലാം ഞങ്ങളുടെ ദുആഇനെ ഖബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ്.